முதன் முதலாய் எழுதிய காதலிசை அதற்கொரு ஆதார ஸ்ருதி நீ. வாராயோ வாராயோ காதல் கொள்ள பூவோடு பேசாத காற்று எரிந்த காதலோ நேற்று நீயே சொல்வனே. பூ போல் என் நெஞ்சை கொய்தவள் மின்னலாய் மின்னலாய் என் பார்வை பாரித்தவளோ. போனாய் என் நெஞ்சம் என்ன மெத்தை தானா கூறாய் நீ கூறாய் என்னை பூட்டி கொண்டாயே. வாராய் வெளிவாராய் இனி என்னை விட்டு எங்கும் செல்ல மாட்டாய் மாட்டாயே. பெயரே தெரியாத பறவை அழைத்ததே மனமும் பறந்ததே. இதயம் இதமாய் மிதந்ததே. தாராய் தாராய் என் தாகம் தாண்டி நூறாய் கொய்யும் கண்கள் மேலும் பேசுமா. ஒரு மாலை இளவெயில் நேரம் அழகான இன்று சற்று தொலைவிலே அவள் முகம் பார் அங்கே தொலைந்தே. இது ஒரு தனி உறவா இல்லை இருவரின் வரவா என்றாலும் காதல் முதல் முதலாய் ஒரு மெல்லிய சந்தோஷம் உனது விழியில் வழிதடிக்கின்றது. யாரோ 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 அவன் ஒரு கோடம் கோடம் வெட்டிக்கொள்ள சிறுதண்டவாளம் ஒட்டிச் செல்ல நகாரும் நெருப்பாய் கொழுந்து விட்டெறிந்தேன். அணைந்த பின்னே அனலின் மேலிருந்தேன். காலை பனியாக என்னை வாரிக் கொண்டாய். என்னிடம் கேட்டேன் தெரியாதா இன்னமும் என் மனம் புரியாதா. ஹே ராமா இவன் பாடு இந்த பெண்மணியாரா. அஞ்சனா அஞ்சனா கொஞ்சினா பெண்ணானா என் கனா என்றுமே நீ மாறச் சொன்னதும் நான்கு சீசனும் மாற வேண்டுமா. தூரம் கூட பக்கமாக மாறுதே. ஓ சாந்தி சாந்தி ஓ சாந்தி என் உயிரை உயிரை நீயே நீ. ஏன் சென்றாய் சென்றாய் என்னை தாண்டி இனி நீதான் எங்கள் தாண்டி.
ഇരുവുള്ളവർക്കും വിളവരയ്ക്കും കാറ്റും താനാനാനാ ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും PMCL ഇടയിൽ ചലച്ചിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ കൊടുക്കുകയാണ്. എന്തായാലും 22 എന്തൊക്കെ നമുക്ക് വീക്കെൻഡിൽ ഇന്നത്തെ മഞ്ഞുമലകൾ തട്ടികൾ പൊട്ടാൻ വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. 10 മണികളെ സൗണ്ടും കാര്യങ്ങളൊക്കെ പക്കയല്ലേ സൽമാനെ ഒന്ന് പറയണമത്തെ. എന്തായാലും വേറെ ലെവൽ അട്ടികളായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്ലോട്ടുകളൊക്കെ നമുക്ക് ഓടിച്ചിട്ട് വേറെ ലെവൽ പരിചയപ്പെട്ടു ഗെയ്സ്. നമുക്ക് PMCL ഇന്നത്തെ 25ാമത്തെ സ്ലോട്ടിൽ ഹോക്സിന്റെ പിള്ളേർ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. MRC 24 നിൽക്കുന്നുണ്ട്. നോക്സിയസ് 23 നിൽക്കുന്നുണ്ട്. MS13 12 22 നിൽക്കുന്നുണ്ട്. MYST പിള്ളേർ 21 നിൽക്കുന്നുണ്ട്. IOWN പിള്ളേർ 20ാമത്തെ സ്ലോട്ടിൽ നിൽക്കുന്നുണ്ട്. 19ാമത്തെ സ്ലോട്ട് കാലിയെ കിടക്കാനുള്ള 19ാമത്തെ സ്ലോട്ട് V13 വയോട്സിന്റെ പിള്ളേരാണ് വരേണ്ടത്. അവർ കയറിയിട്ടില്ല ഇന്നേരം വരെ. മക്കളെ വേഗം വന്ന് കയറി. അതുപോലെ തന്നെ 18ാമത്തെ സ്ലോട്ട് കാലിയാണ്. 18ാമത്തെ സ്ലോട്ടിൽ കയറേണ്ടതാരാണ്? 18ാമത്തെ സ്ലോട്ടിൽ MTP പിള്ളേരും കയറിയിട്ടില്ല ഇന്നേരം വരെ 18ാമത്തെ സ്ലോട്ടിൽ. അതുപോലെ തന്നെ TGOD 17ാമത്തെ സ്ലോട്ടിൽ കട്ടയ്ക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. 16ാമത്തെ സ്ലോട്ടിൽ ആളുകൾ കയറിയിട്ടില്ല. 18 ട്രൈഡ്സിന്റെ പിള്ളേരാണ്, അവരും കയറിയിട്ടില്ല. അത് TGOD കറക്റ്റ് പഞ്ച്വാലിറ്റിയോടെ കൃത്യമായിട്ട് കറക്റ്റായിട്ട് നമ്മുടെ സ്ലോട്ടുകൾ എടുക്കുന്നുണ്ട്. നിങ്ങൾ വളരെ സന്തോഷമുണ്ട് ബ്രോസ്, നിങ്ങൾ ഇത്രയും പഞ്ച്വാലിറ്റിയോടെ. ഒരു ക്ലാനിന്റെ ഏറ്റവും വലിയ നല്ല ലക്ഷണമാണിത്. എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് പഞ്ച്വാലിറ്റിയുടെ കറക്റ്റ് സമയത്ത് സ്ലോട്ടുകളിൽ നിന്ന് അവരുടെ സാന്നിധ്യം ഉറപ്പിക്കുക എന്നുള്ളത്. അപ്പം എല്ലാവിധ ആശംസകളും കൊണ്ടുപോകുന്ന മുത്തുമണികൾക്ക് ഞാൻ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ 15ാമത്തെ സ്ലോട്ടിൽ നമ്മുടെ ARMന്റെ പിള്ളേർ മുത്തുമണികൾ പഞ്ച്വാലിറ്റിയോടെ ഇതേപോലെ കൃത്യമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. IO അതുപോലെ തന്നെ കേട്ടോ കറക്റ്റായിട്ട് പിള്ളേരെല്ലാം കിടുവായിട്ട് കറക്റ്റ് സമയത്ത് ജോയിൻ ചെയ്ത് അവരുടെ സ്ലോട്ടുകൾ ഉറപ്പ് വയ്ക്കും. 13ാമത്തെ സ്ലോട്ടിൽ നമ്മുടെ ജഡായിന്റെ പിള്ളേരാണ്. ജഡായുടെ പിള്ളേരും കറക്റ്റായി നിൽക്കുന്നുണ്ട്. NRZന്റെ പിള്ളേർ 12ാമത്തെ സ്ലോട്ടിൽ നിൽക്കുന്നുണ്ട്. 11ാമത്തെ സ്ലോട്ടിൽ USK എന്ന മണി വിഷയമായിട്ട് USK മുത്തുമണികൾ നിൽക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാതെ നിൽക്കുന്നുണ്ട്. 10ാമത്തെ സ്ലോട്ടിൽ സ്റ്റോമിന്റെ പിള്ളേരെ ഒരു രക്ഷയില്ലാതെ നെഞ്ചു വിരിച്ചിരിക്കുന്നുണ്ട്. എന്റെ മോനെ വിഷയം. എന്താ 9ാമത്തെ സ്ലോട്ടിൽ നമ്മുടെ വൈറൈറ്റ്സിന്റെ പിള്ളേരാണ്. ADയുടെ പിള്ളേർ ഒരാൾ കയറാണ്ട്. AD ആണ് 8ാമത്തെ സ്ലോട്ടിൽ നിൽക്കുന്നത്. 8ാമത്തെ സ്ലോട്ടിൽ AD TSS പ്രൊഫസറിന്റെ ടീം 7ാമത്തെ സ്ലോട്ടിൽ കട്ടക്കി നിൽക്കുന്നുണ്ട്. TMZ 6ാമത്തെ സ്ലോട്ടിൽ നിൽക്കുന്നുണ്ട്. എല്ലാവരും ലേക്ക് അടിച്ച് പൊട്ടിക്കുന്നവരുണ്ട്. ആശിക്കുന്നത് TRIADS അങ്ങനെ 5ാമത്തെ സ്ലോട്ടിൽ നിൽക്കുന്നുണ്ട്. MISFITZ 4ാമത്തെ സ്ലോട്ടിൽ നിൽക്കുന്നുണ്ട്. JKZ FBN ആണെന്ന് തോന്നുന്നു 3ാമത്തെ സ്ലോട്ടിൽ നിൽക്കുന്നുണ്ട്. TMZ ഇന്നലത്തെ ചിക്കൻ കൊണ്ടുപോയ നമ്മുടെ TMZന്റെ മുത്തുമണികൾ 2ാമത്തെ സ്ലോട്ടിൽ നിൽക്കുമ്പോൾ ബ്ലാക്ക് 1ാമത്തെ സ്ലോട്ടിൽ നിൽക്കുന്നത്. വിഷയമായി നിൽക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാതെ നിൽക്കുന്നുണ്ട്. വേറെ ലെവൽ കളികളായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഗൈസ്. കമന്റ് ബോക്സിലൊക്കെ പിള്ളേരെ നമുക്ക് നല്ല സപ്പോർട്ടുമായിട്ട് വരുന്നുണ്ട്. 2 പേര് വാച്ച് ചെയ്യുന്നുണ്ട്, 3 പേര് വാച്ച് ചെയ്യുന്നുണ്ട്, 4 പേര് ലേക്ക് ചെയ്തും സപ്പോർട്ട്. എടാ ആഷിനെ ലൈവ് പക്കയല്ലേ സൗണ്ടും കാര്യങ്ങളൊക്കെ? സൽമാനെ കിരൺ ചേട്ടാ ഇനി കമന്ററി മാത്രം കമന്ററി സെറ്റല്ലേ? സൗണ്ടൊക്കെ പക്കയായിട്ട് കേൾക്കുന്നില്ലേ? വേറെ ലെവലല്ലേ കാര്യങ്ങളൊക്കെ പോക്കെ? എന്തായാലും വേറെ ലെവലിലാണ് കാര്യങ്ങളൊക്കെ പോകെ. എല്ലാവരും നമ്മളെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്ലസ് ചെയ്ത് നമുക്ക് കട്ട സപ്പോർട്ട് തരണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കണം. കാണുന്ന എല്ലാവരും കട്ട സപ്പോർട്ട് കട്ടയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഗൈസ്. എന്തായാലും വേറെ ലെവൽ കളികളായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഞ്ഞുമലകളുടെ അട്ടികൾ പൊട്ടാൻ കട്ട വെയിറ്റിംഗ് ആണ്. എല്ലാവരും കട്ട വെയിറ്റ് ചെയ്ത് നിൽക്കണം ഗൈസ്. എല്ലാം ഓക്കെയാണ് കിരൺ ചേട്ടാ. പിന്നല്ല താങ്ക് യു ആഷിനെ. KK ആണ് ഏട്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിഷ്വാൻ PM. റിഷ്വാനെ താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ യുവർ ജോയിനിങ് ബഡേ. എന്തായാലും എല്ലാം സെറ്റാണ് കിരൺ ചേട്ടാ എന്നാണ് എന്റെ മോൻ. എന്തൊരു സന്തോഷമല്ലേ ഇങ്ങനെ അവസാനം വരെ ഇതുപോലെ ആയാൽ മതിയായിരുന്നു. എന്നെ മക്കളെ അതുപോലെ തന്നെ എല്ലാവരും കൊറോണ അതീവ ജാഗ്രതയോടെ കാണണം. എല്ലാവരും ഭയങ്കര സുരക്ഷയോടെ വീട്ടിലിരിക്കണം ഗൈസ്. അതുപോലെ ഞാൻ എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നാട്ടിൽ നിന്ന് അയച്ചതാണ്. അത് ഞാൻ എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ കൊറോണയ്ക്ക് എതിരെ. അപ്പം അതൊന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ആ കൊച്ചിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും വേറെ ലെവൽ കമന്ററി ആയിരിക്കും എന്നുള്ള സോങ് ഏറെമാൻ ഒരു രക്ഷയില്ല. വേറെ ലെവൽ അടികൾ വീണ്ടും കട്ടയ്ക്ക് പ്രതീക്ഷിക്കുകയാണ്. പിള്ളേർ ഇനി ഇപ്പോഴും കയറാൻ നിൽക്കുന്ന എന്റെ പോലെ വീട്ടായിട്ട് പിള്ളേർ കയറിക്കണം. MISFITZ പിള്ളേർ ഇപ്പോഴും കയറുന്നില്ല. ഒരു രക്ഷയില്ലാതെ വീണ്ടും സ്ലോട്ടുകൾ കാലിയായി കിടക്കണം. നേരത്തെ വീഡിയോ പൊളിച്ച് നേരത്തെ ആഷിനെ എനിക്ക് ലേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു ആഷിനെ, താങ്ക് യു സോ മച്ച്. എല്ലാവരും സെറ്റാണ് കിരൺ ചേട്ടാന്ന് പറഞ്ഞാൽ. പിന്നെ എല്ലാവരും 89 പേര് കട്ടയ്ക്ക് ജോയിൻ ചെയ്തിരിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാതെ ജോയിൻ ചെയ്തിരിക്കുന്നുണ്ട്. എല്ലാവരും സഹകരണം അവസരം വരെയും ഞാൻ കട്ടയ്ക്ക് പ്രതീക്ഷിക്കുകയാണ് ഗൈസ്. എന്തായാലും 88 പേര് കട്ടയ്ക്ക് നോക്കണം. നേരത്തെ വീഡിയോ പൊളിച്ചെന്ന് താങ്ക് യു ഞാൻ കണ്ടു. നീ ലൈക്ക് അടിച്ചത് 4 പേര് വാച്ച് ചെയ്തിട്ടുണ്ട്, 5 പേര് ലൈക്ക് എന്നിട്ട് പൊളിയായിട്ട്. എന്തായാലും വേറെ ലെവൽ അടികളായിരിക്കും ഇന്ന് പൊട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വേറെ ലെവൽ അടികൾ ഉറപ്പായിട്ട് വേറെ ലെവൽ അടികൾ. നമുക്ക് ഇന്ന് റൂം ഹോസ്റ്റ് ചെയ്ത TMW നിഖിലാണ്. നിഖിലിന് ഒരു വലിയൊരു നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട് ഗെയ്സ്. അങ്ങനെ ഇന്നത്തെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നുണ്ട്. വേറെ ലെവൽ അടികൾ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കട്ട വെയിറ്റിംഗ് അല്ലേ ഗെയ്സ്?
എന്തായാലും നമുക്ക് ഗളിയിലോട്ട് കിടക്കാം വേറെ ലെവൽ അടികൾ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് ഗെയ്സ് അങ്ങനെ പൊളിയായിട്ട് ഹായ് ബ്രോ എന്ന് പറഞ്ഞിട്ട് ഹോക്സിന്റെ മഹി വന്നിട്ട് മഹി താങ്ക് യു ഫോർ യു ജോയിനിങ്. എനിക്ക് ഹോക്സിന്റെ മഹി സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറ്റും ലൈവിൽ പബ്ലിക്കായിട്ട് പറയാണ്. ഹോക്സിന്റെ റാഷി എന്നുള്ള ഒരു ഹോക്സിന്റെ ഒരു ആളുണ്ട്, മീൻസ് ഹോക്സിന്റെ ലീഡറാണ്. അപ്പം പുള്ളിക്കാരെ എനിക്ക് തന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മീൻസ് എനിക്ക് തന്ന പ്രചോദനം എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രചോദനമാണ് ഹോക്സിന്റെ മഹി എനിക്ക് തന്നത്. അല്ല മഹി അല്ല, ഹോക്സിന്റെ റാഷി. അവനെ ആസ് എ ബ്രദർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു റാഷി. അപ്പം റാഷി കുറേ ആയിട്ട് എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല, അതുപോലെ തന്നെ എനിക്ക് കമൻറ്റ് ബോക്സ് വന്നിട്ട് മെസ്സേജ് അയക്കുന്നില്ല. അപ്പം എങ്ങനെ ഈ ഒരു മഹി എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ ഒരു ലൈവിൻ്റെ ഈ ലിങ്ക് ഒന്ന് അവന് ഷെയർ ചെയ്തിട്ട്, ഞാൻ അവന് മെസ്സേജ് അയക്കില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ അവൻ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കണം എന്നുള്ളൊരു വാശിയുടെ പുറത്ത് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അവൻ്റെ ഒരു മെസ്സേജിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണെന്ന് മഹി അറിയിച്ചേക്ക്. ഞാൻ അവൻ്റെ ഒരു മെസ്സേജിനും ഒരു കമൻറ്റിനും വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണെന്നുള്ള വിവരം മഹിയിലൂടെ ഞാൻ ഒരു ദൂതനെ എന്നുള്ള രീതിയിൽ മഹീനെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. മഹി ഞാൻ റാഷിയുടെ മെസ്സേജിന് വേണ്ടി കട്ട വെയിറ്റിംഗ്. എന്നാലും വേറെ ലെവൽ അടികളാണ് ഇവിടെ നടക്കുന്നത്. 90 പേര് കട്ടയ്ക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. TSS പ്രൊഫസറാണ് ഓട്ടോസ്പെക്കിൽ വന്നിരിക്കുന്നത്. ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. ഫ്ലൈറ്റിന് മുതലാളി ആരാന്ന് ഇത്ര നേരമായിട്ട് ഞാൻ കണ്ടുപിടിച്ചില്ല. എന്നാലും ഫ്ലൈറ്റ് പാത്ത് ഏതാനും സിമെന്റ് ഫാക്ടറിയുടെ ഒക്കെ മുകളിൽ കൂടെ നമ്മുടെ പോർട്ടിൻ്റെ അവിടെ ടേക്ക് ഓഫ് ചെയ്യുന്ന ഫ്ലൈറ്റ് ആണ്. വേറെ ലെവൽ അടികൾ 23 സ്പെക്ക് ചെയ്യും ബ്രോ എന്ന് പറഞ്ഞിട്ട് 22 സ്പെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് 22 ആണോ 23 ആണോ സ്പെക്ക് ചെയ്യേണ്ടത് എന്ന് ഞാൻ ഒന്നുകൂടി തീരുമാനിക്കട്ടെ ബ്രോ. ഞാനല്ല, താങ്കൾ ഒന്നുകൂടി. ഹോക്സിന്റെ കാർലോസിന്റെ ഫ്ലൈറ്റ് ആണ് ഇന്നത്തെ റിച്ചസ്റ്റ് മാൻ ഹോക്സിന്റെ കാർലോസ് ആണ്. കിടിലൻ ഫ്ലൈറ്റ് ആണ് കാർലോസിന്റെ ഫ്ലൈറ്റ് ഇങ്ങനെ പറന്ന് ആകാശത്ത് കൂടെ പറന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. വെൽക്കം ടു ദ സ്ട്രീം ഗെയ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് TMZന്റെ പിള്ളേരും കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. രക്ഷയില്ലാതെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ടുമായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. എന്തായാലും കട്ടയ്ക്കാണ് കാര്യങ്ങളിലൊക്കെ എല്ലാം പോക്ക് വേറെ ലെവൽ അടികൾ നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. TSന്റെ പ്രൊഫസറൊക്കെ നൈസായിട്ട് ജമ്പ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് എവിടേക്കാണ് ചാടി മറിഞ്ഞാൽ നമുക്കൊന്ന് ഓടിച്ചിട്ട് നോക്കിയിട്ട് വരാം. പിള്ളേർക്ക് ഈ പരിസരത്ത് തന്നെ IOWN പിള്ളേർ ഈ പരിസരത്ത് കാണുമ്പോൾ തൊട്ടടുത്ത് തന്നെ വേറെയും ടീമുകൾ നൈസായിട്ട് ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ TMZന്റെ പിള്ളേരും ഈ പരിസരത്ത് തന്നെ ചാടുന്നത് വേറെ ലെവൽ അടികൾ കട്ടയ്ക്ക് വെയിറ്റിംഗ് ആണ്. TMZന്റെ സപ്പോർട്ടുമായിട്ട് മുഷിൻ ആയി വന്നിരിക്കുന്നു. മുഷിനെ താങ്ക് യു ഫോർ യുവർ ജോയിനിങ് ബഡി. എന്തായാലും വേറെ ലെവൽ അടികളാണ്. 11 പേര് വാച്ച് ചെയ്യുന്നുണ്ട്, 5 പേര് ലൈക്ക് ചെയ്യുന്നുണ്ട്. കാണുന്നവരെല്ലാം ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നത്. IOWNന്റെ പിള്ളേരെല്ലാം നൈസായിട്ട് ഇവിടെ ചാടിക്കൊണ്ടിരിക്കുന്നത്. തൊട്ട് എൻ്റെ അടുത്ത് തന്നെ TMZന്റെ പിള്ളേർ ചാടിയുണ്ട്. വേറെ എവിടെയാണ് അടികൾ പൊട്ടാനുള്ള ചാൻസ് നമുക്ക് നോക്കി കാണാം. വേറെ അടികൾ ഹോക്സിന്റെ പിള്ളേർ ഇവിടെ ഈ പരിസരത്ത് നോക്സിയസിന്റെ മുത്തുമണികൾ നൈസായിട്ട് ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോക്സിയസിന്റെ പിള്ളേരുടെ അടുത്ത് തന്നെ വേറെയും ഒരുപാട് M613 പിള്ളേരും ഇവിടെ ചാടിക്കൊണ്ടിരിക്കുന്നത്. M613 ഈ പരിസരത്ത് തന്നെ ചാടിക്കൊണ്ടിരിക്കുന്നത്. എമ്മീസിന്റെ പിള്ളേരും ഇവിടെ ചാടിയിട്ടുണ്ട്. എമ്മീസിന്റെ പിള്ളേരും ഇവിടെ ചാടാനുള്ള പരിപാടിയായിട്ട് നിൽക്കുന്നത്. എമ്മീസിന്റെ ഫുൾ ടീം ഇവിടെ ചാടി ലൂട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നു. അതേപോലെ പണി വരുന്നുണ്ട് അവറാച്ച എന്ന് പറഞ്ഞിട്ട് EZന്റെ പിള്ളേർ ഇവിടെ ലൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. രക്ഷയില്ലാതെ ലൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേറൊരു കാര്യം കൂടിയുണ്ട് ഇവിടെ. ഏകദേശം കേസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ബെൽ ബട്ടൺ ബെല്ലും ചെയ്ത് കമന്റ് ബോക്സ് ഒന്ന് ചാറ മെസ്സേജ് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി പേര്. 8 പേര് വാച്ച് ചെയ്യുന്ന 5 പേരിലേക്ക് നമ്മുടെ 2 ദിവസത്തെ ശോകം ലൈവ് കൊണ്ടാണ് ആരും നമ്മളെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാത്തത്. അതിന് നമ്മൾ തിരിച്ചു വരും മക്കളെ, തിരിച്ചു വന്നിരിക്കുന്നു. ഏകദേശം ഇന്നേരം വരെ സ്ട്രീമിനൊന്നും വലിയ പ്രോബ്ലം ഇല്ല. ഇവിടെ ഒരാൾ നോക്കായിക്കുന്നുണ്ട്. നമ്മുടെ വീണ്ടും അടികൾ പൊട്ടിക്കുന്നുണ്ട്. ഈ പരിസരത്ത് നേരെ നൈസായിട്ട് അടികൾ ഓരോരുത്തർ അടികൾ പൊടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ലോട്ട് നമ്പർ 9 ടീം സ്ട്രീം കാണുന്നവരെല്ലാം ലൈക്ക് അടിക്കാന്ന് പറഞ്ഞിട്ട് വീണ്ടും കമന്റ് ബോക്സിൽ സപ്പോർട്ട് വേണ്ടി. ഇക്രു ഇവിടെ നോക്കായി കിടക്കുന്നത്. സ്ലോട്ട് നമ്പർ 9 പൈറേറ്റ്സ് ആണെന്ന് തോന്നുന്നു. 9ാമത്തെ സ്ലോട്ടുള്ള പൈറേറ്റ്സ്. M613 ഉയർന്നുകൊണ്ട് പൈറേറ്റ്സിന്റെ ഒരാൾ നോക്കായി കിടക്കേണ്ട. പിള്ളേരെല്ലാം വേറെ അടികൾ ഇവിടെ പൊടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ലെവൽ അടികൾ ഇവിടെ പിള്ളേരൊക്കെ കയറി വരുന്നുണ്ട്. എൻ്റെ മോനെ പൈറേറ്റ്സിന്റെ 2 പേരുടെ നോക്കാണ്. വോൾഫ് 16ാമത്തെ സ്ലോട്ടിലുള്ള പിള്ളേരെ 16ാമത്തെ സ്ലോട്ടിലുള്ള പിള്ളേരെ നൈസായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 16ൽ നിൽക്കുന്ന നമ്മുടെ ട്രയാഡ്സിന്റെ പിള്ളേരാണ്. ട്രയാഡ്സിന്റെ പിള്ളേർ ഇവിടെ ഏകദേശം ഇവിടെ ട്രയാഡ്സിന്റെ ഒരാൾ മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരൻ ഇവിടെ നൈസായിട്ട് TP എടുത്തുന്ന അടിക്കാനുള്ള പരിപാടിയുമായിട്ട് ട്രയാഡ്സിന്റെ പുള്ളിക്കാരൻ ഇവിടെ നൈസായിട്ട് നിൽക്കുന്നുണ്ട്. വേറെ ലെവൽ അടികൾ നമ്മൾ കട്ടയ്ക്ക് പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ പുള്ളിക്കാരൻ കയറി വരാനുള്ള പരിപാടിയായിട്ട് നിൽക്കുന്നുണ്ട്. വീണ്ടും ഏഡിയർ പിള്ളേർ ഇവിടെ അടികൾ പിടിക്കുന്നുണ്ട്. ഈ പരിസരത്തിന് ഏഡിയർ പിള്ളേരുണ്ട്. ഏഡിയുടെ മുത്തുമണികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. വീണ്ടും എൻ്റെ മോനി കിട്ടുന്ന ഫൈറ്റ് ഇവിടെ നഷ്ടപ്പെട്ടല്ലോ. വോൾഫ് OP മാത്രം ഇവിടെ നിൽക്കുന്നുണ്ട്. വോൾഫ് OP വീണ്ടും ഒരാളെ നോക്കാക്കിയിട്ടുണ്ട്. വീണ്ടും ഒരാളെ നോക്കാക്കി വോൾഫ് OP കട്ടയ്ക്ക് ഇവിടെ നിൽക്കുന്നുണ്ട്. TP എടുത്ത് കട്ട വെയിറ്റിംഗ്. പൈറേറ്റ്സിന്റെ പിള്ളേർക്ക് അടികൾ തെറ്റുകയാണെന്നൊരു സംശയമില്ല. ഏഡിയർ പിള്ളേർക്ക് അടികൾ കൊടുക്കുന്നു. വീണ്ടും അടികൾ പൊട്ടിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാതെ റിവൈവുകൾ കൺഫേം ചെയ്യുന്നു. അടികൾ പൊട്ടുന്നു. അടികൾ പൊട്ടുന്നു. ബ്ലാക്കിനിട്ട് അടികൾ പൊട്ടുന്നുണ്ട്. ബ്ലാക്കിന്റെ പിള്ളേർക്ക് അടികൾ പൊട്ടുന്നുണ്ട്. ഇവിടെ MRCയുടെ പിള്ളേർ ഇവിടെ TGOD വേഴ്സസ് MRC. TGODന്റെ നൈസ് ഫൈറ്റ് ഇവിടെ വരുന്നത്. TGODന്റെ നൈസ് ഫൈറ്റ്. എൻ്റെ മോനെ വീണ്ടും ഇവിടെ MRCയുടെ പിള്ളേരാണോ? പോയി MRCയുടെ പിള്ളേർ ഇവിടെ. വോൾഫ് OP വീണ്ടും നൈസ് കളിയാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വോൾഫ് ഇവിടെ നൈസ് അടികൾ, ഒരു രക്ഷയില്ലാത്ത അടികൾ ഇവിടെ അടിപൊളിയുണ്ട്. വീണ്ടും അടികൾ. എൻ്റെ മോനെ ട്രയഡ്സിന്റെ പിള്ളേരെ മൊത്തത്തിൽ 16ാമത്തെ സ്ലോട്ടുള്ള ട്രൈഡ്സിന്റെ പൈറേറ്റ്സിന്റെ പിള്ളേരാണ്. ട്രൈഡ്സിന്റെ പിള്ളേർ അടിച്ച് പറത്തി കളഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് TGODന്റെ അടുത്ത് ഒന്ന് പോയിട്ട് TGOD മിസ്ഫിറ്റ്സിന്റെ അവിടെയാണ്. മിസ്ഫിറ്റ്സിന്റെ പിള്ളേരാണ് അവരുടെ ബ്ലാക്കിന്റെ പിള്ളേർക്ക് നല്ല അടി കൊടുക്കുന്നത്. ബ്ലാക്കിന്റെ പിള്ളേരുടെ അവസ്ഥ എന്നൊക്കെ എൻ്റെ മോനെ ബ്ലാക്കിന്റെ പിള്ളേരെ ടോട്ടൽ വൈപ്പ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. ബ്ലാക്കിന് ടോട്ടൽ പറത്തി മിസ്ഫിറ്റ്സിന് മുത്തുമണികളോട് കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. TGOD ഉയർന്നു കൊണ്ട് TGODന്റെ
മർക്കസ് മാൻ മീഡിയ വന്നിരിക്കുന്നു. താങ്ക് യു ടിഗോണിന്റെ മുത്തുമണികൾക്ക് സപ്പോർട്ട് വേണ്ടി മർക്കസ് മാൻ കട്ടയ്ക്ക് കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. അപ്പം ടിഗോഡിന്റെ പിള്ളേരൊക്കെ ഇവിടെ നിന്ന് നീസർ അടിക്കുന്നുണ്ട്. ഏത് പരിസരത്താണെന്ന് ഒരു വീഡിയോയിൽ ടിഗോഡിന്റെ പിള്ളേർ എവിടെയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ടിഗോഡിന്റെ പിള്ളേർ എവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്ന് 613 സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും സ്ലോട്ടുകളൊന്ന് പറയും, എനിക്ക് അപ്പം കുറച്ചുകൂടി എളുപ്പമാവും നോക്കിയിട്ട് വരണ്ടല്ലോ. അപ്പം അത് നമ്മളൊക്കെ ഒന്ന് സഹായിക്കും. TSSന്റെ പിള്ളേർ ഇവിടെ നിന്നിട്ട് നോ ഒബേ, അതുപോലെ തന്നെ TSS ബ്ലേസ്, അതുപോലെ തന്നെ വോൾഫ്, അതുപോലെ തന്നെ പ്രൊഫസറൊക്കെ ഇവിടെ നിറഞ്ഞ മുറിഞ്ഞ് ലൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിള്ളേർ വണ്ടി എടുത്ത് കയറി വരാനുള്ള പരിപാടിയാണ്. 7 പിള്ളേർ അവിടെ നിൽക്കുന്നുണ്ട്. യുഎസ്കടെ മുത്തുമണികളും ഇവിടെ നിന്നിട്ട് നീസായിട്ട് ലൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരും വലിയ അട്ടികളൊന്നും പൊട്ടാനുള്ള ചാൻസ് ജാക്ക്, അതുപോലെ തന്നെ ദീപ് അടങ്ങുന്ന USയുടെ മുത്തുമണികൾ ഇവിടെ നൈസായിട്ട് ലൂട്ടിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ടിഗോഡ് അടിക്കുന്നുണ്ടല്ലോ. ടിഗോഡ് എവിടെയാണ് അടിക്കുന്നത്? ഒരൊറ്റ മിനിറ്റ് ഞാൻ നോക്കട്ടെ. സ്ലീവോണ്ട് സ്ലോട്ട് ഒന്നും എത്ര എവിടെ നോക്കട്ടെ. ടിഗോഡ് എവിടെ നിന്നിട്ട് അടിക്കുന്നതെന്ന് നോക്കട്ടെ. ടിഗോഡ് വർമ്മ വൈറ്റേക്ക് ഇവിടെ നിന്നിട്ട് നൈസായിട്ട് അടികൾ കൊടുക്കുന്നു. ടിഗോഡ് ഒരു ടീമിനെ MRC വേഴ്സസ് ടിഗോഡ് ഒരു നൈസ് ഫൈറ്റ് ആണ് ഇവിടെ കാണാൻ പോകുന്നത്. MRC പിള്ളേർക്ക് നല്ല അടികൾ കൊടുക്കുന്നു. ടിഗോഡ് പിള്ളേർ കയറി വന്ന് അടിക്കാനുള്ള പരിപാടിയായിട്ട് MRC വേഴ്സസ് ടിഗോഡ് പിള്ളേർ വീണ്ടും ഇവിടെ നിൽക്കുന്നത്. ടിഗോഡ് പിള്ളേർ ഇവിടെ നൈസായിട്ട് വീണ്ടും ഒരു നോക്കുണ്ട്. MRC പിള്ളേരും ഈ പരിസരത്ത് MRC പിള്ളേരെ വീണ്ടും അടിക്കുന്നു. ട്രിപ്ലക്സും അവിടെ വന്ന് കയറി അടിക്കുന്നു. വീണ്ടും വേറെ ലെവൽ അടികൾ. ടിഗോഡിന്റെ 2-3 പേര് നോക്കായി കിടന്നു. നമ്മളെ വെക്സ്റ്റോർ മാത്രം വെക്സ്റ്റോറിനെയും അടിച്ചു പറ്റി ട്രിപ്ലക്സ് വീണ്ടും ടിഗോഡിനെ അടിച്ചിരിക്കുന്നു. ടിഗോഡിനെ ട്രിപ്ലക്സിന് മുത്തുമണികൾ അടിക്കുന്നു. MRCയുടെ 2 പേരെ അടിച്ചിട്ടുണ്ട്. MRCയുടെ പിള്ളേർ റോണോ ഇവിടെ ടിഗോഡിന്റെ അടിയിലാണ്. MRCയുടെ 2 പേര് നഷ്ടപ്പെട്ട് റോൺ MRC, അതുപോലെ തന്നെ പോസ്റ്റ് MRC ഇവിടെ കട്ടയ്ക്ക് നിൽക്കുന്ന M613 സപ്പോർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഒരു മിനിറ്റ് ഞാൻ M613 സ്ലോട്ട് എത്രയായിരുന്നു ബ്രോ? MS130യുടെ സ്ലോട്ട് നമ്പർ എത്രയായിരുന്നു ഒന്ന് പറയാമോ? MS130 ഇത് അവിടെ നിന്ന് ലൂട്ടുന്നുണ്ടല്ലോ. വലിയ പ്രശ്നമൊന്നും അവർക്ക് വരുന്നില്ല. അവരൊക്കെ നൈസായിട്ട് ഇവിടെ നിന്ന് ഒരു രക്ഷയില്ല ലൂട്ടിക്കൊണ്ടിരിക്കുന്നത്. വേറെ ലെവൽ ലൂട്ടാണ് അവർ ലൂട്ടിക്കൊണ്ടിരിക്കുന്നത്. M613യുടെ MS130യുടെ എൻ്റെ മോനെ ഒരു രക്ഷയില്ല. MS130 ആർമി, അതുപോലെ തന്നെ ഗോമ കാട്ടയ്ക്ക് ഒരു രക്ഷയില്ല ലൂട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. ടിഗോഡിന് അടിതെറ്റിയിരിക്കുന്നു. കേസ് 22ാമത്തെ സ്ലോട്ട് ഒന്ന് സ്പെക്ക് ചെയ്യാൻ പറയുന്നത്. 22ാമത്തെ സ്ലോട്ട് MS130യുടെ മുത്തുമണികൾ കട്ടയ്ക്ക് കൊടുക്കുന്നത്. സ്റ്റീവ്, അതുപോലെ തന്നെ ക്രിസ്റ്റി, അതുപോലെ തന്നെ ഗമോറ, അതുപോലെ തന്നെ ആർമി ഇവിടെ നിന്ന് കട്ടയ്ക്ക് ഒരു രക്ഷയില്ല നൈസായിട്ട് ലൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കീടുമായിട്ട് ലൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊന്നും ഒരു വിഷയമില്ല സോണിനകത്തോട്ട് കയറണം എന്നുള്ള ഒരൊറ്റ ബുദ്ധിമുട്ടേ അവർക്കുള്ളൂ. വേറെ ലെവലിൽ ഹോക്സിന്റെ പിള്ളേർ ഇതുവഴി കയറി വരുന്നത്. ഹോക്സിന്റെ പിള്ളേർ നൈസായിട്ട് അടികൾ പൊട്ടിക്കാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ലൂട്ടെല്ലാം കഴിഞ്ഞു. അവർ അടികൾക്ക് വേണ്ടി കെട്ടിയാണ്. MISFITZന്റെ പിള്ളേർ ഇവിടെ നിന്ന് ലൂട്ടിക്കൊണ്ടിരിക്കുന്നത്. MISFITZന്റെ മുത്തുമണികൾ ഇവിടെ നൈസായിട്ട് സൈക്കോൽ അവിടെ നൈസായിട്ട് ലൂട്ടുന്നുണ്ട്. സൈക്കോൺ ടീംസ് ഒക്കെ ഇവിടെ നൈസായിട്ട് ലൂട്ടുന്നുണ്ട് അടികൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. MISFITZ വേഴ്സസ് നമ്മുടെ ഹോക്സ് ഒരു നൈസ് ഫൈറ്റ് വരുമോ എന്ന് നമുക്ക് നോക്കി തന്നെ കാണാം. പിള്ളേർക്ക് വേറെ ലെവൽ ഗമോറ എന്തായാലും വേറെ ലെവൽ അടികൾ നമ്മളിവിടെ കട്ടയ്ക്ക് വെയിറ്റ് ചെയ്യാണ്. 8 പേര് വാച്ച് ചെയ്തിട്ട് 7 പേര് ലേക്ക് ചെയ്തവർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഞാൻ രേഖപ്പെടുത്തുന്ന വേറെ ലെവൽ അടികൾക്ക് വേണ്ടി വീണ്ടും കട്ട വെയിറ്റിംഗ് ആയാലും എന്തായാലും 20 ടീമുകൾ കട്ടയ്ക്ക് നിൽക്കുമ്പോൾ 72 പേര് കട്ടയ്ക്ക് ഇവിടെ കട്ടയ്ക്ക് വെയിറ്റിംഗ് ആണ്. എന്തൊക്കെ നടക്കും, എവിടെയൊക്കെ നടക്കും എന്ന് എനിക്കറിയാൻ പറ്റില്ല. ഒരൊറ്റ മിനിറ്റ് ഒരു മെസ്സേജ് അയച്ചോട്ടെ. മന്നവൻ പേര് ചൊല്ലി മല്ലികை. യെസ് മാൻ. അപ്പോൾ അങ്ങനെ തീരുമാനമായിരിക്കുന്നു ഗൈസ്. എന്തായാലും വേറെ ലെവൽ അടികൾ നമ്മുടെ ഹോക്സിന്റെ റെക്സ് ഒക്കെ ഇവിടെ അയ്യോന്റെ ടീമും അയ്യോന്റെ മലയാളിയൊക്കെ ഇവിടെ നിന്ന് നൈസായിട്ട് അടിക്കുന്നുണ്ട്. അയ്യോന്റെ പിള്ളേർ ഇവിടെ നൈസായിട്ട് നിന്ന് അടിക്കുന്നുണ്ട്. അയ്യോന്റെ എവിടെയാണ് അടിക്കുന്നത് നോക്കട്ടെ. 8 മിനിറ്റ് സ്ലോട്ട് നമ്പർ. അയ്യോന്റെ സ്ലോട്ട് എത്രയായിരുന്നു? അയ്യോന്റെ സ്ലോട്ട് അയ്യോ എവിടെ നിന്നിട്ട് അടിക്കുന്നത് എൻ്റെ മോനെ? ഈ പരിസരത്ത് കൂടെ നോക്സിയസിന്റെ പിള്ളേരുണ്ടോ? നോക്സിയസിന്റെ പിള്ളേരെ അയ്യോന്റെ മലയാളിയാണ്. അയ്യോക്കെയാണ് അടിക്കാൻ തോന്നുന്നു. വീണ്ടും നോക്സിയസിന്റെ പിള്ളേർക്ക് നല്ല ടാങ് കൊടുക്കുന്നുണ്ട്. അയ്യോന്റെ പിള്ളേർ ഇവിടെ നിന്ന് അടിക്കുന്നത്. അയ്യോന്റെ പിള്ളേരാണെന്ന് തോന്നുന്നു. അയ്യോന്റെ പിള്ളേർ നോക്സിയസിന്റെ 2 പേരുടെ നോക്കായി കിടക്കുന്നുണ്ട്. പിള്ളേർ ഗരടികൾ പരിപാടി വേണ്ട. ഹോക്സ് വേഴ്സസ് അയ്യോ ഹോക്സ് വേഴ്സസ് നോക്സിയസിന്റെ തിരിച്ചടികളിൽ ഹോക്സിന്റെ എസ്ലു നോക്കായി കിടക്കുന്നുണ്ട്. നോക്സിയസിന്റെ ബാക്കിലൊക്കെയാണ് പിള്ളേർ. ഏകദേശം ഇവിടെ പിള്ളേർ റിവൈവ് എടുത്തുകൊണ്ടിരിക്കുന്നത് കൺഫേം ചെയ്യുന്നു. ഹോക്സിന്റെ മുത്തുമണികൾ ഇവിടെ നൈസായിട്ട് അടികൾ പൊട്ടിക്കാൻ വേണ്ടി കട്ട വെയിറ്റിംഗ്. ഏത് രീതിയിലുള്ള അടികളായിരിക്കും എന്നുള്ള കാര്യത്തിൽ അതൊരു വെയിറ്റിംഗ് ആണ്. നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. പോളി എന്ന് പറഞ്ഞാൽ രാഹുൽ ആരും എന്ന് പറഞ്ഞു അതിടയ്ക്ക് പാട്ട് അതിൻ്റെ ഇടയ്ക്ക് പാട്ട് അരേ വാ എന്ന് പറഞ്ഞിരിക്കുന്നത് വേറെ ലെവൽ. ഹോക്സിന്റെ അസ്ലു ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട്. ഹോക്സിന്റെ റെക്സിനൊക്കെ ബാക്കിൽ നിന്ന് നല്ല അടി കിട്ടുന്നുണ്ട്. ഈ മുകളിൽ മെസ്സേജ് ഞാൻ ഓഫ് ചെയ്യാൻ മറന്നു പോയതാ. ഏതായാലും വേറെ ലെവൽ അടികൾ വീണ്ടും ഇവിടെ കട്ടയ്ക്ക് വെയിറ്റിംഗ്. വീണ്ടും ഹോക്സിന്റെ പിള്ളേർ കയറി അടിക്കുന്നുണ്ട്. ഹോക്സിന്റെ 2 നോക്കുന്നുണ്ട്. നോക്സിയസിന്റെ ഒരാളെ കൂടി നോക്കിയിട്ടുണ്ട്. നോക്സിയസിന്റെ ഇനി ഒരാൾ മാത്രം നമ്മുടെ സൈറോക്സ് ടീം നോക്സി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ മാത്രം അവിടെ നിൽക്കുന്നുണ്ട്. വേറെ ലെവൽ അടികൾ ഇവിടെ പൊട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട വെയിറ്റിംഗ്. പുള്ളിക്കാരൻ്റെ അവസ്ഥയെന്ന് കയറി വന്ന വീണ്ടും അടികൾ പൊട്ടും. ഇന്ന് ഹോക്സിന്റെ കയ്യിൽ നിന്ന് അട്ടികൾ പൊട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. റെക്സ് ഇവിടെ റിവൈവിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. റെക്സിന് റിവൈവ് ചെയ്യാനുള്ള പാത ഒരുക്കിക്കൊണ്ട് ഫൈസി അതിനിടയിൽ കൂടെ പോയി റിവൈവ് എടുക്കാനുള്ള പരിപാടി എടുക്കുമ്പോൾ നോക്സിയസിന്റെ സൈറോക്സ് ഇവിടെ കട്ട വെയിറ്റിംഗ് ആണ് അടികൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പുള്ളിക്കാരൻ നേട് ഹുക്ക് ചെയ്ത് ഏകദേശം നടുവിലൂടെ അങ്ങനെ പാറിപ്പുറന്ന് പോയി. പക്ഷെ അതാർക്കും വലിയ ആപത്തൊന്നും ഉണ്ടാക്കിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നൈസായിട്ട് വേറെ ലെവൽ അടികൾ ഇവിടെ കട്ടയ്ക്ക് വെയിറ്റിംഗ്. ടീം സെറ്റിന്റെ സപ്പോർട്ടുമായിട്ട് പിള്ളേർ വന്നിരിക്കുന്നു. ടീം സെറ്റ് മുഷിൻ വീണ്ടും വന്നിരിക്കുന്നു. നോക്സിയസിന്റെ പുള്ളിക്കാരൻ നൈസായിട്ട് വണ്ടി എടുത്ത് പറന്ന് കളഞ്ഞിരിക്കുന്നു. അവിടെ വേണ്ട, നമുക്ക് ഇനി അടികളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും നമുക്കൊന്ന് വരാം. അയ്യോ
പിള്ളേർ വീണ്ടും ഇവിടെ അടികൾ അയ്യോന്റെ മലയാളി ഇവിടെ അയ്യോന്റെ ഷീനു ഇവിടെ നോക്കാണ് അയ്യോന്റെ ഷീനു ഇവിടെ നോക്കണം മിസ്ഫിറ്റ്സ് വേഴ്സസ് അയ്യോന്റെ പിള്ളേർ തമ്മിലാണ് അടികൾ വേറെ ലെവൽ അടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അടികൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് വേറെ ലെവൽ അടികൾ മിസ്ഫിറ്റ്സിന്റെ പിള്ളേർക്ക് ഏകദേശം ഇവിടെ നിന്ന് വിഷയമടികളാണ് അയ്യോനിട്ട് നല്ല വെല്ലുവിളിയാണ് മിസ്ഫിറ്റ്സിന്റെ പിള്ളേർ കാണുന്നത് മിസ്ഫിറ്റ്സിന്റെ ഒരാൾ ഓൾറെഡി നഷ്ടപ്പെട്ടുണ്ട് മിസ്ഫിറ്റ്സിന് ഒരാളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് മിസ്ഫിറ്റ്സിന്റെ ഒരാൾ ഇവിടെ നൈസായിട്ട് കിടന്നു കഴിഞ്ഞ് കളിക്കുന്നുണ്ട് അയ്യോന്റെ പിള്ളേർക്ക് നല്ല ഡേ കൊടുക്കുന്നുണ്ട് അയ്യോന്റെ ഷീനുവിന് വീണ്ടും അടിച്ച് തെറിപ്പിച്ചു അയ്യോന്റെ ഷീനുവിന് കില്ല് ചെയ്തെന്ന് തോന്നുന്നു അയ്യോന്റെ ഷീനു കില്ല് ചെയ്തിരിക്കുന്നു വീണ്ടും മിസ്ഫിറ്റ്സ് വേഴ്സസ് അയ്യോ ഒരു കിട്ടുന്ന ഫൈറ്റ് നമ്മളിവിടെ കട്ടക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേസ് അയ്യോന്റെ മിസ്ഫിറ്റ്സിന്റെ പിള്ളേർ ഏകദേശം സ്പ്രെഡായിട്ട് വളഞ്ഞിരിക്കുന്നു മിസ്ഫിറ്റ്സിന്റെ ഒരേ ഒരാൾ മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് വളഞ്ഞിട്ട് അടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു അയ്യോന്റെ റിവൈവുകൾ കൺഫേം ചെയ്യുന്നു ഇല്ല അയ്യോ 3 vs 3 എന്നുള്ള പോസ്റ്റ് മിസ്ഫിറ്റ്സിന്റെ പിള്ളേർ ഏകദേശം കയറി വരാനുള്ള പരിപാടി നിൽക്കുന്നുണ്ട് ഇപ്പത്തെ മിസ്ഫിറ്റ്സിന്റെ ഒരാളുണ്ട് രണ്ടുപേർ ഇവിടെ നിൽക്കുന്നുണ്ട് മിസ്ഫിറ്റ്സിന്റെ സൈക്കോ മിസ്ഫിറ്റ്സിന് ഹെൽത്ത് ഒരുപാട് കമ്മിയായിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ഇതുവഴി കയറി വന്ന അയ്യോന്റെ ദിനേശതോ ദിൻഷാദ് യെസ് ദിൻഷാദിന്റെ അടിയിൽ ഓനെ വീണ്ടും വണ്ടി കയറ്റി കൊന്നിരിക്കുന്നു വീണ്ടും വണ്ടിയിൽ പോകുന്ന മലയാളി ആ വണ്ടിയിൽ നിന്ന് മലയാളി അടങ്ങുന്ന പക്ഷേ മലയാളി പുലിയാട് എന്നിട്ട് മലയാളി നൈസായിട്ട് വണ്ടി കയറ്റിയിട്ട് മിസ്ഫിറ്റ്സിന്റെ ഒരാളെ കൂടി നോക്കേണ്ട പിള്ളേർ വീണ്ടും കയറുന്നു മിസ്ഫിറ്റ്സിന്റെ രണ്ടുപേരും നോക്കേണ്ട മിസ്ഫിന്റെ ഒരു പുള്ളിക്കാരൻ ഇത്രയും ലോങ്ങാണ് വന്ന് സപ്പോർട്ട് ചെയ്യും മുത്തേ എന്തായാലും അയ്യോന്റെ പിള്ളേർ കയറി വന്ന് അടിക്കുന്നുണ്ട് അട്ടികളുടെ വെട്ടിക്ക് പൂരമാണ് ഈ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മിസ്ഫിറ്റ്സിന്റെ ഒരാൾ കൂടി ഇവിടെ നോക്കട്ടെ സ്പെക്ക് സ്ലോട്ട് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അടിക്കായിട്ട് മിസ്ഫിറ്റ്സിന്റെ പിള്ളേരുടെ അവസ്ഥ എന്താ നോക്കട്ടെ അയ്യോന്റെ കയറി അടിക്കുന്ന അയ്യോന്റെ അടികളിൽ അത് മിസ്ഫിറ്റ്സിന്റെ രണ്ടുപേരും തീർത്തു അയ്യോന്റെ മലയാളി ഇവിടെ നോക്കാണോ അതോ റിവൈവ് എടുത്തുകൊണ്ട് മീൻസ് ഹെൽത്ത് അടിച്ചുകൊണ്ട് റിവൈവ് കട്ടക്ക് വരുന്നത് മിസ്ഫിറ്റ്സിന്റെ പുള്ളിക്കാരൻ ഇപ്പോഴും അവിടെ നിന്ന് ഇറങ്ങിയില്ല പുള്ളി കുന്നിന്റെ പുറത്ത് തന്നെയാണ് വേറെ ലെവൽ അടികൾ പ്രതീക്ഷിക്കാൻ ഇനി മിസ്ഫിറ്റ്സിന്റെ അവിടെ നിന്ന് വലിയ ചാൻസ് ഇല്ല എന്തായാലും പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് വിട്ടുപോയി ഇനി വേറെ ലെവൽ അടികളൊന്നും ഇവിടെ നടക്കാനുള്ള ചാൻസ് കാണുന്നില്ല എന്തായാലും നമുക്കൊന്നും കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ ഓവറോൾ ഒറ്റ മിനിറ്റ് എനിക്ക് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാൻ ഇവിടെ വല്ല അവസരം ഉണ്ടോ നോക്കട്ടെ വല്ല ചാൻസ് നോക്കട്ടെ ഇവിടെ ഒരു ചാൻസ് ഇല്ല എന്തായാലും നമുക്ക് നാളെ നോട്ടിഫിക്കേഷൻ ഇന്നും കൂടി ഞാൻ ഈ ബുദ്ധിമുട്ടൊന്നും രണ്ടാമത് തിരിച്ചു വന്നില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് വേറെ അയ്യോൻ്റെ പിള്ളേർ ഇവിടെ ടീം കില്ല് ടോട്ടൽ 5 ടീം കില്ലുമായിട്ട് കട്ടക്ക് ഇവിടെ നിൽക്കുന്നുണ്ട് മൊത്തം 20 ടീമുകൾ കട്ടക്ക് നിൽക്കുന്നുണ്ട് 66 പേര് കട്ടക്ക് നിൽക്കുന്നുണ്ട് MRCയുടെ പിള്ളേർ വീണ്ടും ഇവിടെ അടികൾ പൊട്ടിക്കുന്നുണ്ട് MRC ആർക്കിട്ടാണ് പൊട്ടിക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി കാണാം MRCയുടെ അടുത്ത ആരാളെ MRCയുടെ അടുത്ത് നിൽക്കുന്ന ടീം നമ്മുടെ USK വേഴ്സസ് MRC ആണ് MRCയുടെ USK പിള്ളേർ ഇവിടെ നൈസായിട്ട് ലൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് USKയുടെ ദീപു അതുപോലെ തന്നെ ജാക്ക് അതുപോലെ തന്നെ ആൽസ്റ്റോർ അതുപോലെ തന്നെ DB കോപ്പർ ആണോ യെസ് DB കോപ്പർ ഇവിടെ നിൽക്കുന്നത് വോൾഫോപ്പി വീണ്ടും അടിക്കുന്നുണ്ട് വോൾഫോപ്പിയുടെ നൈസ് അടികളാണ് ഇവിടെ നടക്കുന്നത് ഈ പരിസരത്താണ് വോൾഫോപ്പിയുടെ അടികൾ പൊട്ടുന്നത് വീണ്ടും ഇവിടെ MRCയുടെ പിള്ളേരും അടികൾ പൊട്ടിക്കുന്നുണ്ട് MRC ഇവിടെ നൈസായിട്ട് വീണ്ടും അടികൾ പൊട്ടുന്നു യുഎസ്കയുടെ നൈസ് അടികൾ MRCയുടെ പിള്ളേർ നൈസായിട്ട് അടിക്കുന്നുണ്ട് റോണി ഇവിടെ ഒരാളെ നോക്കാക്കിയിട്ടുണ്ട് USകയുടെ ഒരാളെ നോക്കാക്കിയിട്ടുണ്ട് ഫോസ്റ്റി എല്ലാം ഇവിടെ നിന്നിട്ട് നൈസ് അടികൾ പൊട്ടിക്കുന്നുണ്ട് ബ്രോ സ്പെക്ക് വോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് വോയിഡിന് സ്പെക്ക് ചെയ്യാം ബ്രോ ഒരൊറ്റ മിനിറ്റ് വോയിഡിന്റെ ഈ ഒരു ഫൈറ്റ് എടുത്തിട്ട് നമുക്ക് വോയിഡിന് സ്പെക്ക് ചെയ്യാം എന്തായാലും MRCയുടെ പിള്ളേർ നൈസായിട്ട് കയറി വരാനുള്ള പരിപാടിയായിട്ട് നിൽക്കുന്നുണ്ട് പിള്ളേർ ഇവിടെ വേറെ ലെവൽ അടികൾ പ്രതീക്ഷിച്ച് MRC യെസ് റിവൈവുകളെല്ലാം കൺഫേം ചെയ്തിട്ടു ഇനി കയറി വന്നടിക്കണം എന്ന് തോന്നുന്നു എൻ്റെ മോനെ 2 vs 4 എന്നുള്ള പൊസിഷനാണ് ആരെവിടെയൊക്കെ വീടുമെന്ന് നോക്കണം വോയിഡിന്റെ പിള്ളേർ വീണ്ടും അടിക്കുന്നുണ്ട് വോയിഡിന്റെ ഫൈറ്റ് വിടുന്നുണ്ട് വോയിഡിന്റെ ഫൈറ്റ് ഓടി വന്ന് എടുത്തിട്ട് വോയിഡ് വേഴ്സസ് വോയിഡിന്റെ പിള്ളേർ ആരെയൊക്കെ ഇട്ട് അടിക്കുന്നുണ്ട് വോയിഡിന്റെ പിള്ളേർ ഡസ്റ്റി എല്ലാം വിഷയം അടികൾ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഡസ്റ്റി അതുപോലെ ഫ്രണ്ട് അതുപോലെ തന്നെ എംപ്ലോ പിള്ളേർക്ക് വേറെ കയറി അടിക്കുന്നു ഓരോരോ കില്ലുകൾക്കായിട്ട് പിള്ളേർ എടുത്തുകൊണ്ടിരിക്കുന്നു ഓരോരോ കില്ല് NRCയുടെ പിള്ളേർക്ക് നല്ല അടി കൊടുത്തുകൊണ്ടിരിക്കുന്നു വോയിഡിന്റെ വിഷയം അടികൾ NRCയുടെ ടോട്ടൽ വൈപ്പ് ചെയ്ത് വോയിഡ് നെഞ്ചും വിരിച്ച് ചങ്ക് പോലെ ഇവിടെ നിൽക്കുന്നുണ്ട് ഒരു രക്ഷയില്ലാതെ ടീം കില്ല് 4 കില്ലും എടുത്തിട്ട് ആദ്യത്തെ ഫൈറ്റ് കുറച്ചെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റി അതുകൊണ്ട് സംതൃപ്തനാണ് അയ്യോ വീണ്ടും ടീംസിന്റെ പിള്ളേർക്ക് അയ്യോ നല്ല അടി കൊടുക്കുന്നുണ്ട് ടീംസിന്റെ പിള്ളേർ പരിചരിക്കുന്നുണ്ട് അയ്യോ വേഴ്സസ് ടീംസിന്റെ പിള്ളേർ അയ്യോന് ടീംസിന്റെ പിള്ളേരും ടോട്ടൽ വൈപ്പ് ചെയ്ത് ടീം കില്ല് മൊത്തം 7 ടീം കില്ലുമായിട്ട് അയ്യോന്റെ മുത്തുമണികൾ ഇവിടെ കട്ടക്ക് നിൽക്കുന്നുണ്ട് ഒരു രക്ഷയുമില്ലാതെ നിൽക്കുന്നുണ്ട് സർവേ വോയിഡിന്റെ ഫൈറ്റ് കഴിഞ്ഞു ഞാൻ കുറച്ച് ഫൈറ്റ് എടുത്തിട്ടുണ്ട് സോറി എന്നാലും വേറെ ലെവൽ അടികൾ അയ്യോന്റെ പിള്ളേർ ഇവിടെ കട്ടക്ക് തന്നെയാണ് നിൽക്കുന്നത് ഒരു രക്ഷയില്ലാതെ തന്നെ നിൽക്കുന്നത് മൊത്തം ടീം കില്ല് 7 കില്ലുമായിട്ട് അയ്യോന്റെ പിള്ളേർ നമ്മൾ മിസ്ഫിറ്റ്സിന്റെ ഒരു പുള്ളിക്കാരൻ ഒറ്റപ്പെട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് പുള്ളിക്കാരൻ്റെ അവസ്ഥ എന്താണ് പുള്ളിക്കാരൻ ഒറ്റപ്പെട്ട ടീംമേറ്റ്സിനെ എല്ലാം അയ്യോന്റെ പിള്ളേരെ എടുത്ത് പറത്തി കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം വീണ്ടും ഹോക്സിന്റെ ഫൈസി ഇവിടെ അടിക്കുന്നുണ്ട് ഹോക്സിന്റെ ഫൈസി ആരാണ് അടിക്കുന്നത് നമുക്ക് നോക്കാം ഹോക്സിന്റെ ഫൈസി അസുലും എല്ലാം കുഴപ്പമില്ല ബ്രോ എന്ന് പറഞ്ഞിരിക്കുന്നു ഫോക്സിന്റെ 5C റെക്സ് അതുപോലെ പിള്ളേരൊക്കെ ഇവിടെ നിന്നിട്ട് നല്ല അടികൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ടീംസിന്റെ ജവാൻ മലയാളീസിനിട്ടാണ് അടികൾ കൊടുക്കുന്നതെന്ന് തോന്നുന്നു യെസ് ടീംസൻ മലയാളീസിനിട്ട് നല്ല അടികളാണ് കൂടെ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് എന്നുകൊണ്ട് നമുക്ക് കട്ട സപ്പോർട്ടുമായിട്ട് സൽമാൻ ബ്രോന്റെ മെസ്സേജുകൾ കമന്റ് ബോക്സിൽ വന്ന് നിറയുന്നിട്ട് ടീംസിന്റെ പിള്ളേർ ഇവിടെ ഏകദേശം പാമ്പായി കിടക്കുന്നുണ്ട് പക്ഷേ ടീംസിന്റെ ഒരു നോക്കുണ്ട് അതുകൊണ്ടാണ് അവർ പാനിക് ആയിരിക്കുന്നത് അവരെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഫോക്സിന്റെ 5C എല്ലാം കയറി വരുന്നുണ്ട് ഏകദേശം കവർ എടുത്ത് കയറി വരുന്നുണ്ട്
നൈസ് അടികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു നെയ്ഡ് അങ്ങോട്ടാണോ പോയെന്ന് പിടിയിൽ ഒരു നെയ്ഡ് അങ്ങോട്ട് ഹുക്ക് ചെയ്തിട്ടുണ്ട്. വീണ്ടും വേറെ ലെവൽ അടികൾ. ടീംസിന്റെ അടികൾ പൊട്ടിക്കുന്നു. ടീംസിന്റെ അടികൾ തിരിച്ചു വരുമോ എന്ന് നമുക്ക് നോക്കി കാണാം. ഹോക്സിന്റെ 5C ഏകദേശം മൂടി ടീംസിന്റെ അടുത്തെത്തിയിരിക്കുന്നു. സോണും വന്നിരിക്കുന്നു ഗൈസ്. ടീംസിന്റെ 5C ഏകദേശം അല്ലേ ഹോക്സിന്റെ 5C ഏകദേശം ടീംസിന്റെ അടുത്തെത്തിയിരിക്കുന്നു. ഒരു മോണോ കറിഞ്ഞിട്ട് ടീംസിന്റെ പിള്ളേരെ ഓന്റെ മോനെ ടീംസിന്റെ പിള്ളേരെ ടോട്ടൽ അടിച്ചു പറഞ്ഞു. ഹോക്സിന്റെ വിഷയം തേരോട്ടം എന്ന് വേണമെങ്കിൽ പറയാം. M613 ഉയർ എന്ന് പറഞ്ഞിരുന്നു. M613 സ്ലോട്ട് എത്രയാമത്തെ M613 എന്ന് കാണിച്ചിട്ട് വരാം. ഒറ്റ മിനിറ്റ്. M613 അവസ്ഥ V13 പിള്ളേർ വീണ്ടും അടിക്കുന്നല്ലോ. V30 വീണ്ടും ഫൈറ്റ് എടുക്കുന്നു. AD വേഴ്സസ് V30 ഒരു നൈസ് ഫൈറ്റ് ഇവിടെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ADയുടെ പിള്ളേർ ഏകദേശം ഇവിടെ കിടന്ന് എഴയുന്നൊരവസ്ഥ. വീണ്ടും ADയുടെ പിള്ളേർക്ക് നല്ല അടികൾ കൊടുക്കുന്നുണ്ട്. ADയുടെ ഓരോരുത്തരെടുത്ത ടീം കിൽ 5 കിലോമീറ്റർ പിള്ളേർ ഇടുമ്പോൾ ADയുടെ പിള്ളേർ മുകളിൽ ലൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മക്കളെ. വേശ്യം അടികൾ ഇവിടെ വരും. ഓയിന്റെ പിള്ളേർ കയറി പോകുന്നു. സോൺ വന്നിരിക്കുന്നു. ഓയിന്റെ പിള്ളേർ കയറി പോകുന്നു. UH കിട്ടും. MRC UH കിട്ടിട്ട് വീണ്ടും അടികൾ കൊടുക്കുന്നു. UHയുടെ ജാക്കിനെ ഇവിടെ നോക്കായിട്ടുണ്ട്. MRC പിള്ളേർ ഇവിടെ ഒറ്റയ്ക്കുന്നുണ്ട്. MRC രണ്ടുപേര് മാത്രം നിന്ന് ഇവിടെ അടികൾ പൊട്ടിക്കുന്നുണ്ട്. MRCയുടെ വിഷയം അടികൾ. MRCയുടെ ഒരു നോക്ക് ഇവിടെ ഉണ്ട്. റിവ്യൂകൾ കൺഫേം ചെയ്യുന്നു. UHയുടെ അവസ്ഥ UHക്ക് ഒരാളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ബാക്കി എല്ലാവരും റിവ്യൂ എടുത്ത് കൺഫേം ആയിട്ട് സ്ക്രീംസ് ആണോ ബ്രോ എന്ന് പറഞ്ഞു. M613 ഉയർന്നു പറഞ്ഞിട്ട് ആഷീസ് എക്സ് കമന്റ് ജോയിൻ ചെയ്തിരിക്കണം. ആഷീസ് എക്സ് ആർ താങ്ക് യു ഫോർ ജോയിനിങ് ബഡി. 11 പേര് വാച്ച് ചെയ്യുന്നതിന് 10 പേര് ലേക്ക് ചെയ്ത് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട്. വേറെ ലെവൽ അടികൾ UHയുടെ പിള്ളേർ വീണ്ടും എടുത്തുകൊള്ളു. MRCയുടെ പിള്ളേർ കയറി വരുന്നു. MRCയുടെ പിള്ളേർക്ക് അടികൾ പൊട്ടുന്നുണ്ട്. MRCയുടെ പിള്ളേർ വീണ്ടും റിവൈവ് എടുത്ത് കൺഫേം ചെയ്ത് വെയിറ്റിംഗ് കട്ട വെയിറ്റിംഗ് പിള്ളേർക്ക് വേറെ അടികൾ. UHയുടെ പിള്ളേർ കയറി വരുന്നുണ്ട്. UHയുടെ പിള്ളേർ ഏകദേശം കയറി വരുന്നുണ്ട്. UHയുടെ പിള്ളേർ വീണ്ടും UHK വേഴ്സസ് MRCയുടെ കട്ട ഫൈറ്റ് നമുക്ക് കൂടെ കാണാൻ കഴിയുന്നതാണ്. പിള്ളേരൊക്കെ വേറെ ലെവൽ പിള്ളേർ UHയുടെ പിള്ളേർ ഏകദേശം MRC വളഞ്ഞിട്ടടിക്കാൻ പരിപാടിയാണ് നിൽക്കുന്നു. UHയുടെ പിള്ളേർ വീണ്ടും വേറെ ലെവൽ അടികൾ. കട്ട വെയിറ്റിംഗ് ആണ്. ഇവിടെ വീണ്ടും അടികൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അടികൾ. എന്റെ പോലെ വീണ്ടും അടികൾ. ഒരു രക്ഷയില്ല. UHയുടെ പിള്ളേർ ഓരോരുത്തർ വീണ്ടും എടുത്തുകൊണ്ടിരിക്കുന്നു. USKയുടെ പിള്ളേരെ നമ്മുടെ ഫ്രോസ്റ്റി നൈസായിട്ട് ഒറ്റയ്ക്ക് നിന്ന് അടിക്കുന്നു. വീണ്ടും USKയുടെ ഒരു കില്ല് എടുത്തിരുന്നു. ടീംസിന്റെ ഒരാൾ നോക്കാണ്. ഇവിടെ MRCയുടെ ഒരാൾ നോക്കാണ്. റിവൈവൽ കൺഫേം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയം കൊണ്ട് റിവൈവൽ കൺഫേം ചെയ്യുന്നു. USKയുടെ ദീപു ബ്ലോപ്പറിൽ ഇവിടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. വീണ്ടും അടികൾ. എന്റെ മോനെ ഒരാളെ കൂടി തീർത്ത്. എന്റെ മോനെ MRCയുടെ ഫോർസ്റ്റിയുടെ നൈസ് മാസ്മരി കളികളിൽ ഒരു രക്ഷയുമില്ലാതെ നമ്മുടെ USK പിള്ളേർ മൊത്തം അടിതെറ്റി വീണിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. MRC ഒരു രക്ഷയുമില്ലാതെ കളിയിലൂടെ തിരിച്ചു വന്നു. മാസ്മരി കളികൾ വിഷയം അടികൾ. MRC കളിയിലൂടെ തിരിച്ചു വന്നു. 2 പേര് മാത്രം നിന്ന് 8 ടീം കിലോമീറ്റർ മാസ്മരിക്ക് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. MRC എന്ന് വേണമെങ്കിൽ പറയാം. വേറെ ലെവൽ അടികൾ. അടുത്ത സോൺ ഏകദേശം ചെറുതായിക്കൊണ്ടിരിക്കുന്നു. അവസാന നിമിഷത്തോട്ട് കളികൾ കടന്നുകൊണ്ടിരിക്കുന്നു. 15 ടീം കട്ടയ്ക്ക് നിൽക്കുന്നു. 46 പേര് അലൈവായിട്ട് നിൽക്കുന്നുണ്ട്. വേറെ ലെവൽ അടികൾ. ഇനി ഇവിടെയാണ് പ്രതീക്ഷിക്കുക. എന്നിട്ട് പോയിന്റ് പിള്ളേർ സോണിനകത്തോട്ട് കയറാനുള്ള പരിപാടി നിൽക്കുന്നു. സ്റ്റോമിറ്റ് പിള്ളേർ ഞാൻ അത്രയും കാണിച്ചില്ല. സ്റ്റോമിറ്റ് പിള്ളേർ സോണിനകത്തോട്ട് കയറാൻ ഫുൾ ടീം ഇവിടെ സെറ്റായിട്ട് ലൂട്ടൊക്കെ എടുത്തിട്ട് സെറ്റായിട്ട് കയറി വരാനുള്ള പരിപാടിയുമായിട്ട് നിൽക്കുന്നുണ്ട്. വേറെ ലെവൽ അടികൾ നമ്മൾ കട്ടയ്ക്ക് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. 14 പേര് വാച്ച് ചെയ്യുന്നുണ്ട്. 11 പേര് നമുക്ക് ലേക്ക് വന്നിട്ട് ഗെയ്സ് 14 പേര് കാച്ച് ചെയ്യുന്ന എല്ലാവരും എനിക്ക് ലേക്കും സപ്പോർട്ട് തന്നാൽ ഞാൻ കട്ടയ്ക്ക് സപ്പോർട്ടുമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഗെയ്സ്. എൻ്റെ ട്രിപ്പിൾസിന്റെ പിള്ളേരുടെ അടുത്തേക്കാണ് നമ്മുടെ സ്റ്റോമിറ്റ് പിള്ളേർ പോകുന്നത്. സ്റ്റോമിറ്റ് പിള്ളേർ ഏകദേശം ട്രിപ്പിൾസിന്റെ പിള്ളേരെ സ്പോട്ട് ചെയ്തെന്ന് തോന്നുന്നു. TSSന്റെ വോൾഫും പ്ലേസും എല്ലാവരും TSSന്റെ ഫുൾ ടീം ഈ പരിസരത്ത് തന്നെ ഉണ്ട്. ഇവിടെ ഒരു വേറെ ലെവൽ അടികളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോണിനകത്തോട്ട് കയറി എന്ന് തോന്നുന്നു. സോണിനകത്തോട്ട് കയറാൻ ഇനി സമയം കൊണ്ട് കുറച്ചുകൂടി കാരണം TSSന്റെ എമിസിന്റെ പിള്ളേരുടെ ഇവിടെ നൈസായിട്ട് അടിപൊളിക്കുന്ന എമിസിന്റെ പിള്ളേർ ആർക്കിട്ടോ നല്ല പടപടയ്ക്കുന്നുണ്ട്. ഒരു പിരിവില്ല. വീണ്ടും നൈസായിട്ട് ADയുടെ പിള്ളേരുടെ ADയുടെ റെക്സിന് ഇവിടെ നോക്കാറുണ്ട്. ADയുടെ റെക്സിന് നോക്കാക്കിയിട്ടുണ്ട്. എമിസിന്റെ വിഷയം അടികൾ. ADയുടെ റെക്സിനല്ലോ ADന് ടോട്ടൽ വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ തോന്നുന്നു. ADന്റെ ടോട്ടൽ ലേക്ക് ബ്രോ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്റെ സൽമാനെ എന്ന് പറഞ്ഞിരിക്കുന്നത് ലേക്ക് ബ്രോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും സപ്പോർട്ട് വേണ്ടി ADയുടെ പിള്ളേർ WRCയുടെ വില്ലൻ ഇവിടെ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എമിസിന്റെ പിള്ളേർ ഇവിടെ നിൽക്കുന്നുണ്ട്. ADയുടെ 2 പേര് മാത്രം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. എമിസിന്റെ പുള്ളിക്കാരൻ വീണ്ടും ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കണം. ആരൊക്കെ വരുവാണെങ്കിൽ അടിച്ച് പറത്താൻ വേണ്ടിയിട്ട് 2 ടീം കിലോമീറ്റർ എമിസിന്റെ മുത്തുമണികൾ കട്ടയ്ക്ക് ഇവിടെ നിൽക്കുന്നുണ്ട്. MEZ2A4 ക്ലച്ച് എന്ന് പറഞ്ഞൊരു കേസ്. MEZ2 എന്ന് പറഞ്ഞിട്ട് സൽമാൻ സത്താർ വന്നിരിക്കുന്നു. പൊളി സൽമാന്റെ കട്ട സപ്പോർട്ടാണ്. WRCയുടെ വില്ലൻ ഇതുവഴി ഓടിക്കൊണ്ടിരിക്കുന്നത്. സോണിനകത്തോട്ട് മാറാൻ നമ്മുടെ WRCക്ക് ഒരാൾ മാത്രമാണ് വില്ലൻ മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. തൊട്ടപ്പുറത്ത് മുമ്പിൽ ഹോക്സിന്റെ ഒരു ടാഗ് കിടന്ന് മിന്നി തെളിയുന്നുണ്ട്. കയറി ചിലവരെങ്കിലും അവന്മാർ അടിച്ച് മെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർ ഒറ്റയാൽ പോരാണ്. TSSന്റെ പിള്ളേർ അടിക്കുന്നു. TSSന്റെ വോൾഫ് എല്ലാം ഇവിടെ നിന്നിട്ട് നല്ല അടികൾ കൊടുക്കുന്നുണ്ട്. ആർക്കിട്ടാണ് പൊട്ടിക്കുന്നതെന്ന് ഒരു പിടിയില്ല. TSSന്റെ പിള്ളേർ അങ്ങനെ വിഷയം അടികൾ ഇവിടെ കൊടുക്കുന്നു. TSSന്റെ പിള്ളേർ ആർക്കിട്ടോ നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത 10ാമത്തെ സ്ലോട്ടിൽ സ്ട്രോമിനിട്ടാണ് അടികൾ കൊടുക്കുന്നത്. സ്ട്രോമിന്റെ പിള്ളേർ ഇവിടെ കിടന്ന് കഴിയുന്നു. പണി പാളിയിരിക്കുന്നു. സ്ട്രോമിന്റെ ഏതാണ് പാനിക് ആയിട്ടുള്ള അവസ്ഥ. സ്മോക്ക് ഇട്ട് റിവൈവ് എടുക്കാനുള്ള അവസ്ഥയിൽ എന്റെ മോനെ അടിക്കാൻ സമ്മതിക്കുന്നത്. വീണ്ടും അടികൾ. സ്ട്രോമിനിട്ടും TSSന്റെ നൈസ് അടികൾ പൊട്ടുന്നു. സ്ട്രോമിന്റെ പിള്ളേർ മൊത്തത്തിൽ കിടന്ന് കഴിയുന്നു. അവർക്കൊരു ഒരു അവസരം കിട്ടില്ല. തുടങ്ങാൻ ലേറ്റായോ എന്ന് ചോദിക്കുന്നില്ല. റൂം കൂടെ ഒന്നും തുടങ്ങാൻ ലേറ്റായില്ലല്ലോ. എന്തായാലും വേറെ ലെവൽ അടികൾ. TSSന്റെ മുട്ടുമണികൾ നിന്നടിക്കുകയാണ്. FTWന്റെ പിള്ളേരും അവിടെ നിന്ന് അടിക്കുന്നത്. FTW നൈസായിട്ട് അടിക്കുന്നത്. TSSന്റെ പിള്ളേർ
പിള്ളേരെ കൂടെ ഉണ്ട് എൻ്റെ മനോ നോ ഒബേ നോ ഒടേ 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 ഇവിടെ നോക്കായി കിടന്നിട്ട് റിവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിള്ളേർ വേറെ ലെവലായി പ്ലസിൻ്റെ പിള്ളേർ അതുവഴി കയറി വന്നിട്ട് നെയ്സ് അടിക്കുന്ന ഗേൾസിൻ്റെ സച്ചും അതുപോലെ തന്നെ ആദ്യം അവിടെ നെയ്സായിട്ട് നിന്ന് അടികൾ പൊട്ടിക്കുന്നുണ്ട് ആദ്യം അവിടെ നിന്ന് നെയ്സായിട്ട് പറയുന്നുണ്ട് സ്ട്രോമിൻ്റെ രണ്ടുപേരും ഇവിടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് സോണിനകത്തോട്ട് കയറാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് അവർ സോണിനകത്തോട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് അതുപോലെ തന്നെ FTWൻ്റെ പിള്ളേർ ഇവിടെ നിന്നിട്ട് STWയുടെ ആർമോ സൈലന്റ് ആണെന്ന് തോന്നുന്നു നൈസായിട്ട് കാരണം വെച്ച് ആറിനെ പറഞ്ഞ മലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു രക്ഷയില്ലാതെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വേറെ ലെവൽ അടിയാണ് പുള്ളിക്കാരൻ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം കട്ട വെയിറ്റിംഗ് ആണ് ആരൊക്കെയാണ് ഇനി എവിടേക്കാണ് മറിഞ്ഞു വീഴാൻ പോകുന്നതെന്ന് നമുക്ക് കട്ട വെയിറ്റിംഗ് ഗ്രൂപ്പ് തുടങ്ങാൻ ലേറ്റായോ ആർക്കെ എങ്ങനെ ഉണ്ടെന്ന് പൊളിയല്ലേ ആർക്കെ ഇല്ല ചേച്ചി കാണാൻ കറക്റ്റ് ടൈം ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഏതെല്ലാം FTWൻ്റെ പുത്തുമണികൾ കയറി അടിക്കാനുള്ള പരിപാടിയായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ അതുപോലെ തന്നെ M613 പിള്ളേർ ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട് M613 ഏകദേശം വെയിറ്റിംഗ് ആണ് കട്ട വെയിറ്റിംഗ് ആണ് പിള്ളേരെല്ലാം ഇവിടെ കട്ട സ്ട്രോങ് ആണ് കട്ടയ്ക്ക് നിൽക്കുവാണ് ഒരു രക്ഷയില്ലാത്ത സോണിൽ കട്ട വെയിറ്റിംഗ് അടികൾ വീണ്ടും V13ൻ്റെ പുത്തുമണികൾ വീണ്ടും കയറി അടിക്കുന്നു V13ൻ്റെ മാസ്മരി അടികൾ ഇവിടെ വീണ്ടും നടക്കുന്നു V13ൻ്റെ ഫുൾ ടീം ഇവിടെ നിന്നിട്ട് MEZൻ്റെ പിള്ളേർക്കിടെ 4 അടി കൊടുക്കേണ്ട തലവണ്ട അടിച്ച് പൊട്ടിക്കുന്നുണ്ട് V13ൻ്റെ ഫ്രാങ്കിനെ നെയ്സ് സ്പ്രേ ഇവിടെ കാണാൻ സാധിക്കുന്നത് ബെന്നോന് BRD എടുത്തിട്ട് കയറി ചെന്ന് അടിക്കാനുള്ള പരിപാടിയുമായിട്ട് ഫ്രാങ്ക് നൈസായിട്ട് വന്നിരിക്കുന്നു ഫ്രാങ്ക് കയറി അടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു പുഷിയാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു V13 എടുത്തിട്ട് MEZൻ്റെ പിള്ളേർ ഏകദേശം നോക്കായി ഒരാൾ നോക്കിട്ട് റിവ്യൂ എടുക്കുന്നുണ്ട് വേഗം കയറി അടിക്കാനുള്ള പരിപാടിയുമായിട്ട് പിള്ളേർ കയറി ചെല്ലുന്നുണ്ട് V13ൻ്റെ കയറി ചെല്ലാനാണ് പൊളി എന്ന് പറഞ്ഞിരിക്കുന്നു ടീം സെറ്റ് എവിടെയെന്ന് ചോദിക്കുന്നു ടീം സെറ്റ് കളിക്കാൻ പറയുന്നത് സോണിൻ്റെ ലൈനിൽ കൂടെ കയറി അടിക്കാനുള്ള പരിപാടിയായിട്ട് V13 മുത്തുമണി നൈസായിട്ട് പാർല ഇടിച്ചു നിന്നിരിക്കുന്നു ഒരു പൊസിഷൻ എടുത്താണെന്ന് തോന്നുന്നു വീണ്ടും MEZൻ്റെ പിള്ളേർക്ക് നൈസ് അടികൾ പൊട്ടിക്കുന്നുണ്ട് വീണ്ടും അടികൾ പൊട്ടിക്കുന്നുണ്ട് പിള്ളേർ കയറി വരുന്നുണ്ട് വീണ്ടും അടികൾ പൊട്ടുന്നു V13ൻ്റെ മോനെ V13ൻ്റെ ഇടയിൽ MEZൻ്റെ ക്ലൂഡ് സൈക്കോ ഒരാളെ അടിച്ച് പുറത്തിരിക്കുന്നു നിർത്തലും നോക്കാക്കലും കൊല്ലലും എല്ലാം ഒരേ നിമിഷം എൻ്റെ മോനെ വിഷയമടികൾ V13യുടെ അടികളിൽ അടി തെറ്റുന്നു MEZൻ്റെ മുത്തുമണികൾ അടികൾ തെറ്റുന്നു ഓരോരുത്തരായി വീണുകൊണ്ടിരിക്കുന്നു MEZൻ്റെ V13 അറിഞ്ഞ മുറന്ന് തലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ രണ്ടുപേരും ഇവിടെ ഒരാൾ റിവൈവ് എടുത്തുകൊണ്ടിരിക്കുന്നു റിവൈവ് കൺഫേം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒരാൾ നോക്കായിട്ട് ഇവിടെയും ഒരാൾ നിൽക്കുന്നുണ്ട് V13ൻ്റെ ഒരു തല കണ്ടു കഴിഞ്ഞാൽ അടിച്ച് പുറത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല വേറെ ലെവൽ എൻ്റെ മോനെ വീണ്ടും അടികൾ V13ൻ്റെ പിള്ളേരെ വീണ്ടും ഹെൽത്തുകൾ കമ്മിയായിക്കൊണ്ടിരിക്കുന്നു ഒരാൾ മോനെ വീണ്ടും കാർ 19 എടുത്ത് കാർ 19 എടുത്തിട്ട് എൻ്റെ മോനെ വീണ്ടും അടികൾ വീണ്ടും പിള്ളേർ കയറി വന്നടിക്കുന്നു V13ൻ്റെ അടികൾ വീണ്ടും ഓരോരുത്തർ വീഴുന്നു അയ്യോൻ്റെ പിള്ളേരും അതുപോലെ TSS വേഴ്സസ് അയ്യോ അവിടെ നൈസ് ഫൈറ്റ് എടുക്കേണ്ട പക്ഷേ ഈ ഫൈറ്റ് നമുക്ക് വിട്ടിട്ട് അങ്ങോട്ട് വരാൻ പറ്റില്ല എൻ്റെ മോനെ V13ൻ്റെ ഒരു നോക്ക് ഇവിടെ കിടക്കേണ്ട പിള്ളേർ വീണ്ടും ഇവിടെ കട്ടയ്ക്കുന്ന റിവൈവുകൾ എടുക്കുന്നുണ്ട് ഒരു രക്ഷമില്ല റിവൈവുകൾ എടുക്കുന്നുണ്ട് റിവൈവ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ MEZൻ്റെ ഗ്ലാഡ് ആണെന്ന് തോന്നുന്നു ഗ്ലാഡോക്സ് ആണ് പുള്ളിക്കാരൻ നൈസായിട്ട് ഇറങ്ങി വരുന്നത് ബ്രോ ടീം നോക്സിയസ് പ്ലീസ് എന്ന് പറയുന്നുണ്ട് നോക്സിയസിനെ കാണിക്കാൻ മുത്തേ ഒരൊറ്റ മിനിറ്റ് നമുക്ക് ഈ ഫൈറ്റിന് ഇവിടെ ആരുടെ അന്ത്യം ഒന്ന് നോക്കാം എൻ്റെ മോനെ അങ്ങനെ MEZൻ്റെ രണ്ടുപേരും നഷ്ടപ്പെടുന്നു ഇനി രണ്ടുപേരും പുള്ളിക്കാരൻ ഇവിടെ വീഴുന്നു റിവൈവ് എടുക്കുന്നു V13ൻ്റെ പിള്ളേരുടെ മുമ്പിൽ അട്ടിത്തെറ്റുന്നു തിരിച്ചടികൾ കൊടുക്കുമോ എന്നറിയാം MEZൻ്റെ മാസ്മരി അടികൾ തിരിച്ച് നോക്കി പ്രതീക്ഷിക്കാം കട്ട വെയിറ്റിംഗ് ആണ് ത്രിബ്ലക്സിൻ്റെ ഫൈറ്റ് ഇവിടെ നടക്കുന്നത് നമുക്ക് ത്രിബ്ലക്സ് ആർക്കോട്ട് നല്ല അടി കൊടുക്കുന്നുണ്ട് ത്രിബ്ലക്സ് വേഴ്സസ് സ്ട്രോം എഡിയുടെ നപ്പി ആണോ തോന്നുന്നു MRCൻ്റെ റോണിനെ കടിച്ചു വിടുന്നു വോൾഫിൻ മിസ്ഫിറ്റ്സിൻ്റെ പിള്ളേർ അവിടെ നൈസായിട്ട് അടിക്കുന്നുണ്ട് TSSൻ്റെ പിള്ളേർ ഇവിടെ നൈസായിട്ട് കണ്ടിരിക്കുന്നുണ്ട് TSS ടോട്ടൽ ടീം കില്ലിന് മൂന്നുമായിട്ട് മിസ്ഫിറ്റ്സിൻ്റെ പിള്ളേർ ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട് മിസ്ഫിറ്റ്സിൻ്റെ പിള്ളേർ ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട് മിസ്ഫിറ്റ്സ് ആരെയാണ് അടിച്ചതെന്ന് നമുക്കൊരു പിടിയില്ല മിസ്ഫിറ്റ്സിൻ്റെ ഒരേ ഒരാൾ മാത്രമാണ് ഈ നിൽക്കുന്നത് വാർലോഡ് മിസ്ഫിറ്റ്സ് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് വീണ്ടും സൈക്കോ MEZ സൈക്കോ ഒക്കെ വീണു പോകുന്നു സോണിനകത്ത് അടിതെറ്റി വീണുകൊണ്ടിരിക്കുന്നു M613ൻ്റെ പിള്ളേരും V13ൻ്റെ പിള്ളേരും സോണിൽ വീഴുന്നു എൻ്റെ മോനെ സോണ് പണി കൊടുത്തിരിക്കുന്നു V30 എന്ന് വേണമെങ്കിൽ പറയാം V30ൻ്റെ പണിഷർ കയറാനുള്ള തത്രപ്പാടിൽ ഇവിടെ നിൽക്കുന്നു ഹെൽത്ത് അടിച്ചുകൊണ്ടിരിക്കുന്നു പണിഷർ കയറുമോ കയറില്ലേ നമുക്ക് നോക്കി കാണാം എന്തായാലും വേറെ V30ൻ്റെ 2-3 പേര് നോക്കാണ് പണിഷർ മാത്രമാണ് ഇവിടെ കട്ടയ്ക്ക് നിൽക്കുന്നത് പണിഷർ കയറാനുള്ള തത്രപ്പാടിൽ കഷ്ടപ്പാടിൽ ഇവിടെ കിടന്നത് എൻ്റെ മോനെ പണിഷറും V30 ടോട്ടൽ സോൺ ചതിച്ച് V30 തീർന്നിരുന്നു ഹോക്സിന്റെ 5C ഹോക്സിന്റെ ഫുൾ ടീം ഇവിടെ സെറ്റ് ആയി നിൽക്കുന്നുണ്ട് നോ എക്സൈ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓ ബ്രോ എന്ന് പറഞ്ഞു ടീം നോക്സിയസ് ബ്രോ പ്ലീസ് നോക്സിയസിന്റെ ഒറ്റ മിനിറ്റ് നോക്സിയസിനെ കാണിക്കട്ടെ പുള്ളിക്കാരൻ കുറേ പറയുന്നു നോക്സിയസിന്റെ മുത്തുമണികൾ ഇവിടെ നോക്സിയസിന്റെ ഒരാൾ മാത്രം ഇവിടെ നിൽക്കുന്നുണ്ട് ടീം കില്ല് മൊത്തം ടീം കില്ലൊന്നും ആയിട്ടില്ല നോക്സിയസിന്റെ ഒറ്റയാണ് ആദ്യം തന്നെ നോക്സിയസിന് എല്ലാവരും നഷ്ടപ്പെട്ടു ബാക്കിയുള്ള ഒറ്റ മുത്തുമണി മാത്രം നമ്മുടെ സൈറോക്സ് ടീം നോക്സി മാത്രം ഇവിടെ നിൽക്കുന്നുണ്ട് ഫസ്റ്റ് ഹോക്സിന്റെ മുമ്പിൽ നിന്നാണ് സൈറോക്സ് നഷ്ടപ്പെട്ടു പോയത് പുള്ളിക്കാരൻ സോണിനകത്ത് വണ്ടിയിലെടുത്ത് കയറാനുള്ള പരിപാടിയുമായിട്ട് വണ്ടി എടുത്ത് പോകുന്നുണ്ട് സോൺ ചതിച്ചു എന്ന് പറഞ്ഞു മിസ്റ്റർ സ്റ്റാർഗേ സോൺ ചതിച്ചിരിക്കുന്നു V13ൻ്റെ മാസ്മരിക കളികളിൽ ഇന്ന് സോണിൽപ്പെട്ട് തീർന്നിരിക്കുന്നു V13ൻ്റെ ഉഷാർ കളികൾ ഇന്ന് സോണിൽപ്പെട്ട് തീർന്നിരിക്കുന്നു കയറിയതാണെങ്കിൽ ഇന്ന് വേറെ ലെവൽ കളികൾ V13ൽ നിന്ന് നമ്മൾ കട്ടയ്ക്ക് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ആ കളികളൊന്നും ഇവിടെ കാണാൻ നടന്നില്ല എന്ത് പറ്റിയ സോണിനകത്ത് വിട്ട് തീർന്നു പോയിരിക്കുന്നു V13ൻ്റെ മുത്തുമണികൾ വീണ്ടും ഹോക്സിന്റെ മുത്തുമണികൾ നൈസായിട്ട് ഹോക്സിന്റെ പിള്ളേർ ഇവിടെ നൈസായിട്ട് തീർന്നിരിക്കുന്നു നൈസായിട്ട് അടികൾ പൊടിക്കുന്നു ഹോക്സിന്റെ റെക്സ് ഒക്കെ ഇവിടെ നൈസായിട്ട് അടിക്കുന്നുണ്ട് ആർക്കിട്ടാണ് അടികൾ പൊട്ടിക്കുന്നത് നമുക്ക് കട്ട വെയിറ്റിംഗ് ആണ് ആരുടെയൊക്കെ തലമണ്ട അടിച്ച് പൊട്ടിക്കുന്നത് ഹോക്സിന്റെ പിള്ളേർ അപ്പുറത്ത് തന്നെ നോക്സിയസിന്റെ പുള്ളിക്കാരൻ ഇവിടെ എൻ്റെ മോനെ ഇവിടെ IWN തീർന്നോ നോക്കുന്നു FBN സ്ലോട്ട് എത്രയായിരുന്നു
M613 ഉണ്ട്, 9 ടീമുകളുണ്ട്. TSS ഉണ്ട്, AD ഉണ്ട്, ട്രിപ്ലക്സ് ഉണ്ട്, മിസ്ഫിറ്റ്സിന്റെ ഒരാളുണ്ട്, WRSI ന്റെ വില്ലൻ ഉണ്ട്, അതുപോലെ തന്നെ മിസ്ഫിറ്റ്സിന്റെ വാർലോഡ് മിസ്ഫിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ട്രിപ്ലക്സിന്റെ സച്ചു ഉണ്ട്, ആദി ഉണ്ട്, അതുപോലെ തന്നെ TSSന്റെ ഒഡേ, അതുപോലെ തന്നെ TSS ബ്ലസി, അതുപോലെ തന്നെ TSS പ്രൊഫസർ ഇവിടെ നിൽക്കുന്നുണ്ട്, ADയുടെ മാഡ് മാക്സ്, അതുപോലെ തന്നെ നപ്പി ഇവിടെ നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ IOWN ഡെവിൾ OP, അതുപോലെ തന്നെ കിഡോ, അതുപോലെ തന്നെ PO WARPSM അവിടെ നിൽക്കുന്നുണ്ട്, MHYNA ഇവരിവിടെ നിൽക്കുന്നുണ്ട്, ഈ പുള്ളിക്കാരൻ ഇവിടെ നിൽക്കുന്നുണ്ട്, M613 സ്റ്റീവ്, അതുപോലെ തന്നെ ക്രിസ്റ്റി, അതുപോലെ തന്നെ ഗമോറ എന്താണ് ഗമോറ M613 ആർമി ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. നോക്സിയസിന്റെ ഒരു പുള്ളിക്കാരൻ ഇവിടെ നിൽക്കുന്നുണ്ട്, ഹോക്സിന്റെ ഫുൾ ടീം ഇവിടെ നിൽക്കുന്നുണ്ട്. വേറെ ലെവൽ അടികളാണ്. വില്ലൻ തന്നെ FBN എന്ന് പറയുന്നത് ആണോ? വില്ലൻ FBN ആണോ? ഓക്കെ യെസ്, FBN ആണ്. 3 പേരെ കയറിയുള്ളൂ. എന്ത് പറ്റി 3ാമത്തെ സ്ലോട്ട്? എന്തായാലും വില്ലൻ FBN ഇവിടെ കട്ടയ്ക്ക് ടീമിനെ പോയിന്റിൽ കയറാൻ വേണ്ടിയിട്ട് വില്ലൻ FBN ഇവിടെ കട്ടയ്ക്ക് എടുക്കുന്ന ഒരു സോൺ ചതിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഫ്രണ്ടിൽ ഹോക്സ് ഉണ്ട്. എൻ്റെ മോനെ വിഷയം വില്ലന് കയറണമെങ്കിൽ കുറച്ച് പേർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ടീമുകളെല്ലാം ഏകദേശം സ്പ്രെഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. റോൺമാർസോ എന്താണ് MRC റോൺ ഇൻ ദ ചാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ് ബ്രോ മനസ്സിലായില്ല? TSS പ്രോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെറീഫ് വന്നിരിക്കുന്നു. ഷെറീഫ് എന്താ വേറെ ലെവൽ MRC റോൺ എന്ന് പറഞ്ഞിരിക്കുന്നു. MRC റോൺ എന്തായാലും വേറെ ലെവൽ അടികൾ ഇവിടെ നമ്മൾ കട്ടയ്ക്ക് പ്രതീക്ഷിക്കുകയാണ്. ഏതൊക്കെ ടീമുകളാണ് ഇനി കയറിച്ചില്ല എന്ന് നോക്കാം. നമ്മുടെ IOWN പിള്ളേർ ഏകദേശം കയറിച്ചില്ലെന്നിട്ട് ടീമിൻ്റെ അടുക്കുക നോക്സിയസിന്റെ പുള്ളിക്കാരുടെ അടുക്കുക കയറിച്ചില്ലെന്നിട്ട് സോണിനകത്തോട്ട് കയറാനുള്ള TSS കീരെ എന്തുകൊണ്ട് TSന്റെ പിള്ളേർക്ക് വേറെ ലെവലല്ലേ ഇവിടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാതെ ലൂട്ടിക്കൊണ്ടിരിക്കുന്നു. ലൂട്ടില്ല കട്ടികൾ പൊടിക്കുന്നു. TSS വേഴ്സസ് ADയുടെ പിള്ളേരെ ആട്ടാന്ന് ഓടിച്ചിട്ടടിക്കുന്നു. ഓരോരുത്തർ ADന്റെ ടോട്ടൽ TSSന്റെ മുത്തുമണികൾ അടിച്ച് പറത്തിയിരിക്കുന്നു വേണമെങ്കിൽ പറയാം. 8 ടീമുകൾ അവസാന നിമിഷത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും ടീമുകളുടെ എണ്ണം കമ്മിയായിരിക്കുന്നു. TSSന് മുത്തുമണികളെ മാസ്മരികടികളിൽ വീണ്ടും ADനെ അടിച്ച് പറത്തി TSS വീണ്ടും ടീം കിൽ 6 ആയിട്ട് ഒരു രക്ഷയുമില്ലാത്ത കളിയോട് തിരിച്ചു വന്നിരിക്കുന്നു. TSS അങ്ങനെ ഈ പരിസരത്ത് ഇനി TSS ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. TSSന്റെ പരിസരത്തുള്ള M613 അവിടെ നൈസായിട്ട് അടികൾ പൊട്ടിക്കുന്നുണ്ട്. M613 വേഴ്സസ് ട്രിപ്ലക്സ് ആണ്. ട്രിപ്ലക്സിന്റെ ഒരാളെ ആദ്യം നോക്കിയിട്ടുണ്ട്. ആദ്യം ഇവിടെ നോക്കിയിട്ടുണ്ട്. റോഡ് ടു 900 സബ്സ്ക്രൈബേഴ്സ്. യെസ് മാൻ, റോഡ് ടു 900 സബ്സ്ക്രൈബേഴ്സ്. എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ട്രിപ്ലക്സിന്റെ പിള്ളേർക്ക് വീണ്ടും അടികൾ പൊടുന്നുണ്ട്. നമ്മുടെ M613 മുത്തുമണികളാണ് അടികൾ. സ്റ്റീവ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നൈസായിട്ട് അടിക്ക് പൊട്ടിക്കുന്നുണ്ട്. ട്രിപ്ലക്സിന്റെ 4 അടികൾ കൊടുക്കുന്നുണ്ട്. M613 മുത്തുമണികൾ കയറി വന്നടിക്കുന്നു. ട്രിപ്ലക്സിന്റെ ഒരാൾ മാത്രം ട്രിപ്ലക്സിന്റെ ടീമിന്റെ ടോട്ടൽ വൈപ്പ് ചെയ്ത് കളഞ്ഞു. എൻ്റെ പോലെ ട്രിപ്ലക്സിന്റെ ടോട്ടൽ വൈപ്പ് ചെയ്ത് MS13 പിള്ളേർ മുത്തുമണികൾ കറക്റ്റ് കളിയിൽ എടുത്തിരുന്നു. അവർ കയറി ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ഹോക്സും ലെഫ്റ്റ് സൈഡിൽ TSS ഉണ്ട്. എൻ്റെ മോനെ വിഷയം. ഇതൊരു നൈസ് കളിയായിരിക്കും, വിഷയം കളിയായിരിക്കും, കിടു കളിയായിരിക്കും. TSSും അതുപോലെ തന്നെ TSന്റെ പിള്ളേർ ഹോക്സിന്റെ പിള്ളേർ വീണ്ടും അടികൾ പൊട്ടിക്കുന്നുണ്ട്. ടോക്സിന്റെ പിള്ളേർ ഇവിടെ നിന്ന് 6 കിട്ടോ 4 അറിഞ്ഞ പറഞ്ഞ മടിക്കേണ്ട TSന്റെ പിള്ളേർ കിടന്നു. അല്ല മിസ്ഫിറ്റ്സിന്റെ ഒറ്റയാൾ പോരാട്ടം നടക്കുന്നത് നമ്മുടെ വാർലോഡ് മിസ്ഫിറ്റ്സിനാണ്. സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അടികൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഹോക്സിന്റെ വൈസ് ഇവിടെ നിന്ന് അടിക്കേണ്ടത്. വീണ്ടും പുള്ളിക്കാരണം അങ്ങനെ ചെറുതായി താന്നു കൊടുക്കുന്നില്ല. വാർലോഡ് നൈസ് അടികളാണ് ഇവിടെ പൊടിച്ചുകൊണ്ടിരുന്നത്. വാർലോഡ് ഇവിടെ നൈസ് അടിക്കുന്നുണ്ട്. എൻ്റെ മോനെ തല പുറത്തോട്ട് ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ വാർലോഡിന് വീണ്ടും ജീവൻ നിലനിർത്തി കിട്ടിയിരിക്കുന്നു. ജീവൻ നിലനിർത്തി കിട്ടിയിരിക്കുന്നു. ഒരു നെയ്ഡ് ഹുക്ക് ചെയ്തിട്ടുണ്ട്. നെയ്ഡ് ഇവിടെ വന്നിട്ട് നെയ്ഡിൽ നിന്നും പഴയിരിക്കുന്നു. ഏകദേശം സ്മോക്ക് കിട്ടി കയറി ചെല്ലാനുള്ള പരിപാടി പറ്റി പുള്ളിക്കാർ ഇവിടെ നിന്ന് ഹോക്സിന്റെ കാർലോസ് നൈസായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. വാർലോസ് വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വേറെ ലെവൽ സ്മോക്കിലോട്ട് വീണ്ടും അടിച്ച് പറത്തിക്കിട്ട് എൻ്റെ മോനെ ഒരു സെക്കൻഡ് കൊണ്ട് അടിച്ചു. അങ്ങനെ 5Cയുടെ ഷൂട്ടും അടിയിൽ അങ്ങനെ മിസ്ഫിറ്റ്സിന്റെ വാർലോഡും തീർന്നിരിക്കുന്നു. ഇനി മൊത്തം 5 ടീമുകൾ അവസാന നിമിഷത്തോട്ട് കളികൾ കടന്നിരിക്കുന്നു. IOWN പിള്ളേർ ഇവിടെ നിൽക്കുന്നുണ്ട്. IOWN പിള്ളേർ M613 പിള്ളേർ ഇവിടെ നിൽക്കുന്നുണ്ട്. M613 പിള്ളേർ കയറി വന്നടിക്കാനുള്ള പരിപാടിയുമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. വേഷം വേറെ ലെവൽ അടികൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 9 പേര് 8 പേര് വാച്ച് ചെയ്യേണ്ട 5 പേരിലേക്ക് എന്നിട്ട് IOWN പിള്ളേർ അടുത്തേക്കാണ്. M613 മുത്തുമണികൾ കയറി വന്നിരിക്കുന്നു. ഹോക്സിന്റെ പിള്ളേർ ഇവിടെ വന്ന് കയറിയിരിക്കുന്നുണ്ട്. ഹോക്സിന്റെ പിള്ളേർ WRCയുടെ വില്ലൻ ഇട്ടാണ് അടികൾ കൊടുക്കുന്നത്. WRCയുടെ വില്ലൻ ഏകദേശം അവസാന സോൺ വരെ എത്തിയിരിക്കുന്നു. എൻ്റെ മോനെ 1 HP ഹെൽത്തിൽ ഒരു സോണിനകത്ത് ഇപ്പൊ കയറാൻ പറ്റിയില്ലെങ്കിൽ WRC വില്ലൻ വീണ്ടും ഹെൽത്ത് ഒക്കെ അടിച്ച് കളിയിലോട്ട് സെറ്റായിട്ട് തിരിച്ചു വരുന്നു. വീണ്ടും അടികൾ കൊടുത്ത് തിരിച്ചു വരുന്നു. ഓഷ്യന്റെ മോനെ M613 നൈസ് അടികൾ. M613 പിള്ളേർ കയറി അടിക്കുന്നു. മറ്റേ IOWN മുത്തുമണി കിട്ടുന്ന നല്ലതാണ് കൊടുക്കുന്നത്. IOWN 2 പേരെ അടിച്ചു വിട്ടിരിക്കുന്നു. M613 വിഷം അടികൾ. M613 കയറി വരുന്നു. അട്ടികൾ പൊട്ടിക്കുന്നു. അവസാന നിമിഷത്തോട്ട് കളികൾ കടന്നു. സോൺ ചെറുതായിക്കൊണ്ടിരിക്കുന്നു. ശ്വാസം അടക്കി പിടിച്ചുള്ള നിമിഷങ്ങളായിക്കൊണ്ടിരിക്കുന്നു. ആര് കയറും ആരടിക്കുമെന്ന് നമുക്ക് നോക്കി കാണാം. എല്ലാ ടീമുകളും ടീമുകളെല്ലാം സ്പ്രെഡായി വിഷയമായി നിൽക്കുന്നു. 5 ടീമുകൾ ഇനി നിൽക്കുന്നു. TSSന്റെ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. TSSന്റെ ബാക്കിയൊക്കെ തീർന്നു മോനെ. എൻ്റെ ലവ് TSന്റെ പിള്ളേരൊക്കെ ഇവിടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. രക്ഷയില്ല. M613 നോക്കി നിൽക്കുന്നുണ്ട്.
ഇവരൊരു നൈസായിട്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് TSSന്റെ പ്രൊഫസർ എല്ലാം ഇവിടെ നെയ്ഡൊക്കെ ഹുക്ക് ചെയ്ത് കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. ബ്ലസി ഇവിടെ കയറി പോകുന്ന സ്വന്തം ഇട്ട നെയ്ഡിൽ ബ്ലസിക്ക് 4 അറ്റാക്ക് ഒരു നോക്ക് അല്ല ഒരു റിവൈവ് ഒരു നോക്ക് ഇവിടെ വീണ്ടുണ്ട്. വീണ്ടും മെഡിക്കൽ M613 പിള്ളേർക്ക് വീണ്ടും മെഡിക്കൽ പൊടിക്കുന്നു. TSSന് ഓരോ 2 TSSന് ടോട്ടൽ പുറത്ത് കളഞ്ഞിരിക്കുന്നു. M613 തേരോട്ടം. M613 ഒരേ ഒരാൾ മാത്രം ഇനി ഇവിടെ നിൽക്കുന്നുണ്ട്. M613ക്ക് ഒരേ ഒരാൾ മാത്രം റിവൈവ് എടുത്ത് കളിയിലോട്ട് തിരിച്ചു വരുമോ? M613 മുത്തുമണി എന്ന് നമുക്ക് നോക്കി കാണാം. ബഫറിംഗ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിരിക്കുന്നു സൽമാൻ. വീണ്ടും വേറെ അടികൾ ഓക്സിജൻ മുത്തുമണികൾ ഇവിടെ വീണ്ടും അടികൾ പൊടിക്കുന്നു. ഇനി മൊത്തം 4 ടീമുകൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. WRCയുടെ വില്ലൻ ഇവിടെ നിൽക്കുന്നുണ്ട്. IOWN പിള്ളേർ നിൽക്കുന്നുണ്ട്. MS13 മുത്തുമണികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. MS13 ഫുൾ ടീം ഇവിടെ നിൽക്കുന്നുണ്ട്. രക്ഷയില്ല നിൽക്കുന്നുണ്ട്. ഹോക്സിന്റെ പിള്ളേർ ഇവിടെ നിൽക്കുന്നുണ്ട്. 4 ടീമുകൾ വിഷയ ടീമുകൾ പോളി ടീമുകൾ. ഹോക്സിന് ഒരാൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. ഹോക്സിന് ഒരാൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. MS13യുടെ ഒരാൾ എല്ലാവർക്കും ഹെൽത്ത് വളരെ കമ്മിയാണ്. നെയ്ഡുകളും സ്മോക്ക് എല്ലാം ഇട്ട് ജീവൻ നിലനിർത്താനുള്ള കഷ്ടപ്പാടിൽ MS13 പിള്ളേർ കട്ടയ്ക്ക് ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്കൊന്ന് ഗ്രൗണ്ട് വ്യൂ നോക്കാം ഏതാണ് അവസ്ഥ. MS13 പിള്ളേർ ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ IOWN മുത്തുമണികൾ നിൽക്കുന്ന മക്കളെ പൊളിയടാ. MS13 സപ്പോർട്ടുമായിട്ട് മോൺസ്റ്റർ ഗെയിമിംഗ് കട്ടയ്ക്ക് വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലാതെ മോൺസ്റ്റർ ഗെയിമിന്റെ സപ്പോർട്ടാണ് ടീമിന്. മക്കളെ MS13 മുത്തുമണികളെ നിങ്ങളുടെ ഫാൻസ് കമന്റ് ബോക്സിൽ കിടന്ന് മെസ്സേജ് കൊണ്ട് വമ്മാനമാടുന്നുണ്ട്. അവരെ നിരുത്സാഹപ്പെടുത്തരുത്. കയറി അടിക്കും മക്കളെ. ഏതെങ്കിലും വേറെ ലെവൽ അടികൾ അടിക്കാൻ വേണ്ടി ഹോക്സിന്റെ പിള്ളേർ വിടുന്നുണ്ട്. WRCയുടെ വില്ലൻ പോയിന്റ് ടേബിളിൽ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആണ്. ഒറ്റയാൾ പോരാട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ബുദ്ധിപരമായ നീക്കം. പോയിന്റ് ടേബിളിൽ നിലനിൽക്കാനുള്ള കയറാനുള്ള ആ കഷ്ടപ്പാടിൽ WRC വില്ലൻ വിജയിച്ചു എന്ന് തന്നെ വേണം പറയാം. FBന്റെ വില്ലൻ വിജയിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പുള്ളിക്കാരൻ കട്ടയ്ക്കാണ് നിൽക്കുന്നത്. ഒരു രക്ഷയില്ലാതെ നിൽക്കുന്നത്. വേറെ ലെവൽ കളിയാണ് പുള്ളി കളിച്ച. ബുദ്ധിപൂർവ്വം എങ്ങനെയൊക്കെ കയറിയിട്ട് അവസാന നിമിഷം വരെ എത്തിയിരിക്കുന്നു. ഇനി മൊത്തം 4 ടീമുകൾ. ഹോക്സ് ഉണ്ട്, IOWN ഉണ്ട്, അതുപോലെ MS13 പിള്ളേരുണ്ട്, FBN ഉണ്ട്, വില്ലൻ ഉണ്ട്. വില്ലൻ ആവുമോ ഹീറോ ആവുമോ FBN ഇന്ന് ഏതാണ് നിമിഷങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. IOWN ആണ് ഏകദേശം സാൻഡ്വിച്ച് വരുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും ടീമുകൾ. ഇവർ എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കി കാണാം. അവസാന നിമിഷത്തിൽ സോൺ വീണ്ടും ചതിച്ചിരിക്കുന്നു. 4 ടീമിനും സോൺ ചതിച്ചിരിക്കുന്നു. സോൺ ഏകദേശം ഈ ഭാഗത്തോട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ പിള്ളേരൊക്കെ ഈ ഭാഗത്ത് നിന്ന് നിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ലെവൽ അടികൾ നമുക്ക് കട്ടയ്ക്ക് പ്രതീക്ഷിക്കുകയാണ്. പിള്ളേരൊക്കെ വേറെ ലെവൽ. WRC വില്ലന് സോണി കയറാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഈ സമയം കൊണ്ട് WRC വില്ലൻ സോണി കയറുവാണെങ്കിൽ കുറച്ചുകൂടി നേരം നിലനിൽക്കാം. പിള്ളേർ ഇവിടെ വേറെ അടികൾക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ്. 17 പേര് വാച്ച് ചെയ്യുന്നുണ്ട്. 20 പേര് ലൈക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. കാണുന്നവരെല്ലാം ലൈക്കും സപ്പോർട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി പറയുന്നത്. IOWN പവർ PSM പിള്ളേർ കയറി സോണിനകത്തോട്ട് കയറുന്നു. എൻ്റെ ഒരു കണക്കിന് ഒരു അടിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പിള്ളേർ വണ്ടി എടുത്തിട്ടാണ് ഓടിക്കയറുന്നു. പിള്ളേർ സോണിനകത്തോട്ട് കയറാനുള്ള ഓട്ടത്തിലാണ്, ഓട്ടപ്പാച്ചിലാണ്. ബാക്കിൽ ഹോക്സിന്റെ പിള്ളേരുണ്ട്. MS13 പിള്ളേർ ആർമിയെല്ലാം നൈസായിട്ട് ഹോക്സിന്റെ പിള്ളേരെ സ്പോട്ട് ചെയ്തിട്ട് വരണമെന്നല്ല. അവരും സോണിനകത്തോട്ട് കയറാനുള്ള തത്രപ്പെടാണ്. വില്ലന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. വില്ലൻ ഇപ്പോഴും സോണിനകത്തോട്ട് കയറാനുള്ള പരിപാടി. പക്ഷേ വില്ലന് ബാക്കിൽ നിന്ന് നല്ലൊരു അടി കിട്ടാനുള്ള ചാൻസ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഇല്ല, ഏകദേശം വില്ലൻ കവറിൽ കയറിയിരിക്കുന്നു ഗൈസ്. ഇപ്പോൾ കാണുന്നുണ്ടോ എന്ന് പറയുന്നത് ഐവ എന്ന് പറഞ്ഞിരിക്കുന്നത് വേറെ ലെവലുകൾ. MS13 വെയിറ്റിംഗ് എന്ന് പറഞ്ഞെങ്കിൽ MS13 പിള്ളേർ വീണ്ടും കയറി ചെല്ലുന്നു. സോൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. സോണിനകത്തോട്ട് കയറാനുള്ള തത്രപ്പാട് കഷ്ടപ്പാട്. പിള്ളേർ WRC വില്ലന്റെ അടുത്ത് ടീം എത്തിയിരിക്കുന്നു. WRCയുടെ വില്ലൻ ഒറ്റയ്ക്ക് അടിക്കുന്നു. FBന്റെ വില്ലൻ മോനെ അവസാന നിമിഷത്ത് ഈ സമയത്തൊക്കെ ഒരു നോക്കിട്ട ഒന്നും ചെയ്യാൻ പറ്റില്ല. അവസാന നിമിഷത്ത് ഹോക്സിന് ഒരു കിടിലം മണി കിട്ടിയിട്ടുണ്ട്. ഒരു കിടിലൻ നോക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഈ നോക്കുന്ന റിവൈവ് ചെയ്ത് കളിയിലോട്ട് വരാന്ന് പറഞ്ഞാൽ വല്ലാത്ത പാടാണ്. ഏകദേശം സോണും അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. MC13 പിള്ളേരെ ഏകദേശം കയറി വന്നിരിക്കുന്നു. ആർമി എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ആർമി ഏകദേശം IOWന്റെ പിള്ളേരെ TP എടുത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു വട്ടി ഞാൻ പ്രത്യേകിച്ച് RKS ഇല്ലാസം വീണ്ടും MC13 പിള്ളേർ കയറിയിരിക്കുന്നു. MS13 പിള്ളേരെ കയറിയിരിക്കുന്നു. MS13 പിള്ളേർക്ക് നല്ല അടിക്കുന്നു. ഹോക്സിന്റെ പിള്ളേരെ ആ വഴിക്ക് കയറി വരുന്നുണ്ട്. വേറെ ലെവൽ അടികൾ, വിഷയം അടികൾ ഇവിടെ നടക്കുന്നു. വേറെ IO13 പിള്ളേരെ ഒന്റെ മോനെ ഹോക്സിന്റെ വീണ്ടും അടികൾ. ഹോക്സിന്റെ MS13 പിള്ളേർക്ക് വീണ്ടും അടികൾ പൊട്ടുന്നു. MS13 പിള്ളേർക്ക് വീണ്ടും അടികൾ പൊട്ടുന്നു. ഈ പരിസരത്തിന് വേണ്ടി വേറെ ടീമുകൾ. MS13 പിള്ളേരൊക്കെ ഏകദേശം സെറ്റാണ്. IOWന്റെ പിള്ളേരെ ടോട്ടൽ വൈപ്പ് ചെയ്ത് കളഞ്ഞൊന്നും ഇല്ല. MS13 പിള്ളേർക്ക് നല്ല അടികൾ കൊടുക്കുന്നു. MS13 പിള്ളേർക്ക് വീണ്ടും അടികൾ കൊടുക്കുന്നു. ഹോക്സിന്റെ റിവൈവ്, ഹോക്സിന്റെ നോക്ക് വന്ന് വീണുണ്ട്. IOWന്റെ കിഡോ ഇവിടെ നിൽക്കുന്നുണ്ട്. കിഡോന്റെ അവസ്ഥ നമുക്ക് നോക്കാം. കിഡോ ഏകദേശം സെറ്റ് ആയി നിൽക്കുന്നത്. കിഡോ ഒറ്റയ്ക്ക് നിന്ന് അടിക്കുന്നു. MS13 പിള്ളേർക്ക് കിഡോ നല്ല താങ്ങ് കൊടുക്കുന്നു. ഒരു രക്ഷയില്ലാതെ അടിക്കുന്നു. കിഡോ എന്റെ മോനെ MS13 ഒറ്റയ്ക്ക് നിന്ന് അടിച്ച് പുറത്തേക്കുന്നു. കിഡോ അടിച്ച് പുറത്തുന്നു. ഈ ഹോക്സും MS13 മാത്രം റിവൈവുകൾ കമ്മിറ്റ് ചെയ്യുന്നു. IOWN അതുപോലെ തന്നെ ഹോക്സ്. അവസാന നിമിഷത്തെ കളികൾ 2 ടീമുകൾ കിഡു ടീമുകൾ ഒരു രക്ഷയുമില്ലാതെ നിൽക്കുന്നു. വിഷയമായി നിൽക്കുന്നു. ഹോക്സിന്റെ മുത്തുമണികൾ രക്ഷയില്ലാതെ ഇവിടെ നിന്ന് അടിക്കാനുള്ള പരിപാടി നിൽക്കുന്നു. ഹോക്സ് റിവൈവുകൾ കൺഫേം ചെയ്യുന്നു. ചെയ്താൽ വിട്ടാൽ ഹോക്സിൽ നിന്ന് നല്ല പണി IOWന്റെ പിള്ളേർ മേടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിഷയമായിട്ട് കയറി വന്ന MS13 അവസാനം കൊണ്ട് അടി തെറ്റിയിരിക്കുന്നു. എന്നും അവരിങ്ങനെയാണ് അവസാനം കൊണ്ട് കൊല മുടക്കും.
ഇന്നും അതേപോലെ തന്നെ ചെയ്തു. അവസാനം കൊണ്ട് കലമുടച്ചു. നല്ല പൊസിഷൻ എല്ലാം കിട്ടിയതാണ്. 4-3 പേര് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവർക്ക് ചിക്കൻ ചെയ്യേണ്ട പാട് അകലെയായി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മോണൊക്കെ എറിഞ്ഞതിൻ്റെ അസ്ലൂടെ നൈസായിട്ട് കയറി വരാനുള്ള പരിപാടിയായിട്ട് TP പിടി നിൽക്കുന്നുണ്ട്. ഈ പരിസരത്ത് TP പിടി നിൽക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. TP പിടി നിൽക്കുന്നുണ്ട്. 4 സൈഡിൽ കൂടി കയറി അടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. പിള്ളേർ കയറി ചെല്ലുന്നുണ്ട്. എൻ്റെ മോനെ ഒരാൾ നോക്ക്, 2 പേര് നോക്ക്. എൻ്റെ മോനെ അങ്ങനെ ഹോക്സിന്റെ മുത്തുമണികൾ ഇന്നത്തെ ചിക്കൻ കൊണ്ടുപോയിരിക്കുന്നു. ഒരു ഗെയ്സ് വിഷയം കളിച്ച് ഹോക്സ് ഇന്നത്തെ വിഷയം ചിക്കൻ കൊണ്ടുവന്ന ആസ്ലു 6 കിലോമീറ്റർ ഒരു രക്ഷയുമില്ലാതെയാണ് ഹോക്സിന് സപ്പോർട്ട് കൊടുത്തത്. 3 കിലോമീറ്റർ ഫൈസിന്ന് കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. 3 കിലോമീറ്റർ ചാൾസൺ ഇവിടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. റെക്സ് 1 കിലോമീറ്റർ നിൽക്കുമ്പോൾ IOWN പിള്ളേരെല്ലാം കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. കിഡോ 2 കിലോമീറ്റർ അവസാനത്തെ 2 കിലോമീറ്റർ മാസ്മരി കളികൾ കട്ടയ്ക്ക് നിന്ന് ഞാൻ വന്നേന്ന് ഇപ്പോഴാണോടാ വരുന്നത് സമയത്തായി. MS13 അവസാനം കൊണ്ട് ആ വിഷയം കളിച്ച് അവസാനം കൊണ്ട് കലമുടച്ച MS13 മുത്തുമണികൾ ഒരു രക്ഷമില്ലാതെ 3ാമത്തെ പൊസിഷൻ എടുത്തിട്ടുണ്ട്. FBN 4 നിൽക്കുന്നുണ്ട്. വില്ലന്റെ ഒരേ ഒരു കഠിന പരിശ്രമം കൊണ്ട് ഒറ്റയാൾ പോരാട്ടം നടത്തി വില്ലൻ തോളിലേറി FBN 4ാമത്തെ പൊസിഷൻ നിൽക്കുന്നുണ്ട്. TSS 5 നിൽക്കുന്നുണ്ട്. നമ്മുടെ MISFITZ 6 നിൽക്കുന്നുണ്ട്. 7 നോക്സിയസിന്റെ പിള്ളേർ നിൽക്കുന്നുണ്ട്. 8 XXX നിൽക്കുന്നുണ്ട്. AD 9 നിൽക്കുന്നുണ്ട്. 10 സ്റ്റോം നിൽക്കുന്നുണ്ട്. 11 V13 നിൽക്കുന്നുണ്ട്. വയോഡ്സിന്റെ പിള്ളേർ നിൽക്കുന്നുണ്ട്. EZന്റെ പിള്ളേർ 12 നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ MRZന്റെ പിള്ളേർ 13 നിൽക്കുന്നു. MRZന്റെ പിള്ളേർ 14, MRCയുടെ പിള്ളേർ 14 നിൽക്കുന്നുണ്ട്. MRC 15 IOWN മുത്തുമണികൾ നിൽക്കുന്നു. USK 16 നിൽക്കുന്നുണ്ട്. 17 TMZ നിൽക്കുന്നുണ്ട്. 18 TMZ തന്നെ നിൽക്കുന്നുണ്ട്. മിസ്റ്റീസിന്റെ പിള്ളേരാണ്. NRCയുടെ പിള്ളേരെ 19ാമത്തെ സ്ലോട്ടിൽ നിൽക്കുന്നുണ്ട്. വോൾഫോപ്പി അങ്ങനെ നടക്കുന്ന ടീം. വോൾഫോപ്പി പുള്ളിക്കാരൻ. ടിഗോഡിന്റെ ടീം 21ാമത്തെ സ്ലോട്ട് പൊസിഷൻ നിൽക്കുന്നു. 22 ബ്ലാക്ക് നിൽക്കുന്നുണ്ട്. 23 പൈറേറ്റ്സ് ആണെന്ന് തോന്നുന്നു. 24 ട്രയാഡ്സ് ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ സ്ലോട്ടിലെത്തുകൊണ്ടാണ് നമ്മൾ തപ്പുന്നത്. എന്നാലും വേറെ ലെവൽ എന്തായാലും ഒരു ലേക്ക് എടുക്കട്ടെ. പിന്നെ അല്ല എന്ന് പറഞ്ഞിട്ട് ഗെയ്സ് എന്തായാലും വേറെ ലെവൽ അടികളായിരുന്നു. ഇന്ന് ഫുള്ളായിട്ട് നമ്മൾ ലൈവ് വലിയ പ്രശ്നമില്ലാതെ പോയി കേട്ടോ. വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും എല്ലാവർക്കും വലിയ നന്ദിയുണ്ട്. നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഗെയ്സ്. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് വിട പറയുന്നു. കിരൺ ബൈ ഗുഡ് നൈറ്റ് ടു ടീംസ് ഓൾ.